യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഗീതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി. നമ്മൾ വായിച്ചു നിർത്തിയത് 18-ാമത്തെ വാക്യം, വേഴ്സ് 18. ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ മാത്രമല്ല എല്ലായ്പ്പോഴും നല്ല കാര്യത്തിൽ എരിവ് കാണിക്കുന്നത് നന്ന്. ഇവിടെ എഴുതിയിരിക്കുന്നത് ഞാൻ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ നിങ്ങൾ വലിയ എരിവ് കാണിക്കുന്നു. ഗലാത്യ സഭയോട് പറയുക, ദൈവദാസൻ അവിടെ ഉള്ളപ്പോൾ, അപ്പോസ്തലൻ അവിടെ ഉള്ളപ്പോൾ ഭയങ്കര ആരാധനയും എല്ലാവരും ഭയങ്കര ഷോയിലാണ്, ആത്മീയ ഷോ. അതുകൊണ്ട് പൗലോസ് പറയുക, ഞാൻ നിങ്ങളുടെ മധ്യത്തിലുള്ളപ്പോൾ നിങ്ങൾ വലിയ എരിവ് കാണിക്കുന്നു. അങ്ങനല്ല, ഞാൻ ഇല്ലാത്തപ്പോൾ ഇങ്ങനല്ല അവിടുത്തെ അവസ്ഥ. അവിടുത്തെ ഞാൻ പറഞ്ഞ ഓരോ ദേശത്തെ ഇടയന്മാർ, കൊരിന്ത്യ സഭയിലെയും ഗലാത്യ സഭയിലെയും ഒക്കെ ഇടയന്മാർ സ്ട്രോങ് ആയിട്ട് നിൽക്കാഞ്ഞുകൊണ്ടുകൂടാ ഇവിടെ ശക്തമായിട്ട് അപ്പോസ്തലനെ എഴുതേണ്ടി വരുന്നത്. ഇടയൻ അവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയും ആ സഭ ആത്മാവിൽ സ്ട്രോങ് ആയിട്ടും വിശുദ്ധിയിൽ നിൽക്കുകയും ചെയ്യുമ്പോൾ പൗലോസിന് പിന്നെ അതിൻ്റെ കൊണ്ട് തലയിടേണ്ട ആവശ്യമുണ്ടോ? അല്ലല്ല. പൗലോസിന് അവരെ ശുദ്ധീകരണത്തിന് ലേഖനം എഴുതേണ്ട ആവശ്യമില്ല. അവിടെ ഒരു ദേശത്തൊരു ഇടയനെ ദൈവം ആക്കിയിട്ടുണ്ട്. ഇടയൻ നല്ലപോലെ ഇടയൻ്റെ ജോലി ചെയ്താൽ പിന്നെ ഒരു അപ്പോസ്തലനെ ദൈവം അങ്ങോട്ട് അയക്കേണ്ട ആവശ്യമില്ല. അവരുടെ കറക്ഷന് വേണ്ടി ശക്തമായിട്ട് കൊരിന്ത്യ സഭയിലൊക്കെ എത്ര ശക്തമായിട്ടാണ് പൗലോസ്, അവനെ പുറത്ത് കളാ, അല്പം പുളിപ്പ് മതി പിണ്ടത്തെ മുഴുവൻ. അപ്പോൾ ഒരു ജഡീകൻ സഭയിലുണ്ടെങ്കിൽ അവനെ എന്ത് ചെയ്യണം? പലവട്ടം അവനെ കറക്റ്റ് ചെയ്യണം. എന്നിട്ടും അവൻ കറക്ഷൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അവനെ, അപ്പം അങ്ങനെയൊക്കെ ശക്തമായിട്ട് ആ പാപത്തിൻ്റെ വിഷയങ്ങളും ഓരോ കുടുംബജീവിതത്തിൻ്റെ വിഷയങ്ങൾ, ലോകവുമായിട്ട് ബന്ധപ്പെടുന്ന വിഷയങ്ങളൊക്കെ കൊരിന്ത്യ സഭയിൽ ഇവിടെ എഴുതുവാൻ കാരണം എന്നാ? അല്ലല്ലേ കർത്താവ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത്, ഞാൻ നിങ്ങളുടെ മധ്യത്തിലുള്ളപ്പോൾ മാത്രമല്ല, ഞാൻ ഇല്ലാത്തപ്പോഴും കർത്താവിന് വേണ്ടി എരിവോടുകൂടി. ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചില്ലേ, എരിവില്ലെങ്കിൽ പിന്നെ എരിവിൻ്റെ ഓപ്പോസിറ്റ് എന്തോ ദൈവമക്കളെ? മടുപ്പ. എരിവില്ലെങ്കിൽ പിന്നെന്തുവാണ്? അപ്പോഴാ വചനമൊക്കെ കേൾക്കുന്നത്, എന്ന് കൂട്ടുക വന്നു പോകുന്നു, ക്ഷീണമൊക്കെ ഉണ്ടോ നമുക്ക്? ശരിയാ, വചനം ഇതെങ്ങനെയെങ്കിലും ഒന്ന് ഭാഷ ഒന്ന് തീർത്ത് ഇടയ്ക്കിടയ്ക്ക് ആ സമയത്തിലോട്ടൊക്കെ നോക്കി പോകുന്നത് എങ്ങനെയാണെന്നറിയാം. കർത്താവ് നമ്മളോട് ഇടപെട്ടാലേ പറ്റൂ. അത് എന്നിൽ കൂടെ അല്ലേ വേറെ ആരെങ്കിലും കൂടെ ഇടപെടും. കർത്താവിന് സംസാരിക്കാനുള്ളത് കർത്താവ് സംസാരിക്കുകയും ചെയ്യും. അത് നമ്മുടെ ശുദ്ധീകരണത്തിന്. എരിവുണ്ടെങ്കിൽ കർത്താവേ എന്നെ ഒരുക്കണമേ, ശുദ്ധീകരിക്കണം. വരുന്ന ഒരാഴ്ച കർത്താവിന് വേണ്ടി വിശുദ്ധിയോടുകൂടിയും വേർപാടോടുകൂടിയും ശുദ്ധീകരണത്തോടുകൂടിയും ദൈവത്തിന് പൂർണ്ണ പ്രസാദവുമായിട്ട് നിൽക്കുവാൻ എന്നെ ഒരുക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആയിരിക്കും ഇല്ലേ? അങ്ങനെയുള്ളവരെ ദൈവം ഒരു മിഷൻ ഏൽപ്പിക്കുന്നത്. എല്ലാവർക്കും ശുശ്രൂഷ ചെയ്യുവാൻ താല്പര്യമാണ്. എന്നാലും ആണ്ട് പറഞ്ഞിട്ട് പാസ്റ്ററെ കോഡ്ലെസ് മൈക്കിങ് തന്നെയായിരുന്നാണ് പറയുന്നത്. ഫ്രീ ആയിട്ടങ്ങ് നടക്കാൻ കോഡ്ലെസ് മൈക്ക് കിട്ടി ഓടുവാനും അല്ലെങ്കിൽ ശുശ്രൂഷ ചെയ്യുവാനും അല്ലെ സമയം കിട്ടുവാനും പ്രസംഗിക്കാനും ഓരോരുത്തർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന കൃപകളും താലന്തുകളും അനുസരിച്ച് അവരുടെ ഭാഗം എല്ലാവർക്കും താല്പര്യം. ദൈവമാണ് ഏൽപ്പിക്കുന്നത്. മിഷൻ ആരാണ് ഏൽപ്പിക്കുന്നത്? നമ്മൾ ചിന്തിച്ച് ചിലത് പ്ലാൻ ചെയ്ത് ചില പ്രിപ്പയർ ചെയ്യും, അല്ല ദൈവമാണ് ശുശ്രൂഷ ഏൽപ്പിക്കുന്നത്. നമ്മളെല്ലാവരും ഏൽപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ദൈവം എന്ത് ഏൽപ്പിച്ചിട്ടുണ്ട്? ഒരു മിഷൻ, ഒരു ദൗത്യം, ഒരു ശുശ്രൂഷ. അതെല്ലാം സ്റ്റേജിലല്ല. ശുശ്രൂഷയുടെ ഒരു 10% 15% ഉള്ളൂ സ്റ്റേജിൽ. ബാക്കി ശുശ്രൂഷ എവിടെ ദൈവമക്കളെ? നമ്മളെ ആക്കിയിരിക്കുന്ന സ്ഥലത്താണ്. നമ്മുടെ ജോലി സ്ഥലത്ത്, താമസിക്കുന്ന സ്ഥലത്ത് നമ്മൾ ആരോടൊക്കെ ഇടപെടുന്നോ അവിടെയൊക്കെ കൃപയോടുകൂടി നിൽക്കുവാൻ ആ ശുശ്രൂഷ, ഹല്ലേലൂയ, ആ ദൗത്യം. അപ്പം ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആ മിഷൻ ഞാൻ ചെയ്യണമെങ്കിൽ ആ മിഷൻ ഞാൻ ചെയ്യാൻ അങ്ങോട്ട് ഇറങ്ങുമ്പോഴേ തടസ്സങ്ങളാണ് ഇല്ലേ? ദാവീദ് ഗോലിയാത്തിൻ്റെ മുമ്പിൽ ഇറങ്ങിയ പോലെ, അല്ലെങ്കിൽ ഓരോരുത്തരും നമുക്ക് പഴയ കാലഘട്ടത്തിലല്ല, ഗിദെയോനാണെങ്കിലും ആരാണെങ്കിലും ഒരു മിഷൻ ദൈവം ഏൽപ്പിച്ചു, ദൈവം ഇടപെട്ടു, അങ്ങോട്ട് ഇറങ്ങിയ ഉടനെ എന്തുവാ സംഭവിച്ച? ഏലിയാവ് ഇറങ്ങിയ ഉടനെ ആഹാബും ഒക്കെ എന്ത് ചെയ്തു? കൊല്ലാനാണ് നോക്കിയത്. അല്ലെങ്കിൽ ഓരോരുത്തരും നമുക്കറിയാം, അഭിഷക്തർ അല്ലെങ്കിൽ ദൈവം നമ്മളെ അഭിഷേകം ചെയ്തൊരു മിഷൻ ഏൽപ്പിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങുന്ന ഉടനെ പൗലോസിൻ്റെ മിഷണറി യാത്രയിൽ നമുക്കറിയാം, ദൈവദാസന്മാരുടെ എല്ലാം പഴയ നിയമ പുതിയ നിയമ കാലഘട്ടത്തിൽ നമുക്കറിയാം, ഒരു ദൗത്യത്തിനായിട്ട് ഇറങ്ങുന്ന ഉടനെ സാത്താൻ മുഴുവൻ സൈന്യത്തോട് പറയാം അവൻ്റെ എതിരെ നിന്നോളാൻ പറയും. അപ്പം നമുക്ക് പിന്നെ പോരിടുവാനുള്ളത് ഒരാളോടല്ല, 2 പിശാചിനോടല്ല, 10 പിശാചിനോടല്ല, ഒരു പടയോടാണ് ഇല്ലേ? അപ്പോൾ അവിടെ എല്ലാം നമുക്ക് ആക്രമണങ്ങളുണ്ടാവും, നഷ്ടങ്ങളുണ്ടാവും, കഷ്ടങ്ങളുണ്ടാവും, നിന്നയുണ്ടാവും. എന്നാലും ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി നിൽക്കും എന്ന് ദൈവസന്നിധിയിൽ തീരുമാനമെടുക്കണമെങ്കിൽ എന്ത് വേണം ദൈവമക്കളെ? എരിവ് വേണം. ഈ യുദ്ധത്തിന് പോയി ജയിക്കുന്നവരോട് ചോദിച്ചു കഴിഞ്ഞാൽ
മടുത്തു പോകുന്ന, ക്ഷീണിച്ച് പോകുന്ന വിഷയങ്ങളൊക്കെ എൻ്റെ ഇടയ്ക്കുണ്ടാകും. ഈ ദൈവം ഏൽപ്പിച്ച മിഷൻ അങ്ങോട്ട് നമ്മൾ ചെയ്തിറങ്ങുന്ന ഉടനെ ശക്തമായ പോരാട്ടം. എവിടെ നിന്നൊക്കെയാ പോരാട്ടം? ബാക്കിയൊക്കെ നമുക്ക് സഹിക്കാം. കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്തിൽ നിന്നോ അങ്ങനെയൊക്കെ പോരാട്ടം വരുമ്പോൾ ഭയങ്കരം. അവിടെ ഒക്കെ സാത്താൻ കളിക്കും. സാത്താന് കളിക്കാവുന്ന കളി മുഴുവൻ അവിടെ എല്ലാം. പ്രൈസ് ലോർഡ്. ഒരല്പം ജീവൻ എന്നിൽ ബാക്കിയുണ്ടെങ്കിൽ ഐ വിൽ കംപ്ലീറ്റ് ദ മിഷൻ. എന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമാണ്, ഞാനത് ചെയ്ത് തികയ്ക്കും. അപ്പോഴാണ് ദൈവം നമ്മളെ അടുത്ത മിഷൻ ഏൽപ്പിക്കുന്നത്. ദൈവമക്കളെ ഓർത്തോണം, ഓരോ മിഷന് തോറ്റിട്ടല്ല നമ്മൾ പിന്നെ മുൻപോട്ട് നമുക്ക് വളരുവാൻ, യാത്ര ചെയ്യുവാൻ, ശുശ്രൂഷയിൽ വളരുവാൻ കഴിയും. അവിടെ ഒക്കെ എന്തുവാ വേണ്ടത്? എരിവാണ് വേണ്ടത്, ഇല്ലേ? അല്ല, കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർപ്പിച്ചില്ലേ, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എല്ലാം ആ ഒരു പദമാണ് കർത്താവ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ശുശ്രൂഷ വസ്ത്രം ധരിപ്പിച്ചിരിക്കുന്നു, എരിവിൻ്റെയും തീഷ്ണതയിൽ നിശ്ചയപ്രവണത്തിലൊക്കെ എഴുതിയിരിക്കുന്ന പോലെ 19-ാമത്തെ വാക്യത്തിൽ യെസ് വീണ്ടും പൗലോസ് സഭയെ ഓർപ്പിക്കുക. വളരെ വേദന അനുഭവിച്ച് ഒരു കുഞ്ഞ്, അല്ലെങ്കിൽ 9 മാസം, അത് കഴിഞ്ഞിട്ട് പിന്നെ 9 മാസം 9 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ആ പ്രസവ ദിവസം ആ സഹോദരി അല്ലെങ്കിൽ അമ്മയാകാൻ പോകുന്ന ആ സഹോദരി വേദന അനുഭവിക്കുമ്പോൾ ഒറ്റ പ്രത്യാശയും സന്തോഷമേ ഉള്ളൂ, ഉണ്ടാകാൻ പോകുന്ന കുഞ്ഞിനെ ഓർത്ത്, ഇല്ലേ? അല്ലെങ്കിൽ ഇവിടെ പൗലോസ് പറയുമ്പോൾ നിങ്ങൾ ആ പെർഫെക്ഷനിൽ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു തികവിൽ വളരുന്നത് വരെയും പൗലോസ് ആ വേദന അനുഭവിക്കുന്ന. ആരാ വേദന അനുഭവിക്കുന്ന? പൗലോസ് പറയും ഉത്തരവാദിത്വത്തോടുകൂടിയാണ് നിങ്ങളെ കറക്റ്റ് ചെയ്യുന്നത്, അല്ല നിങ്ങളെ കൊച്ചാക്കാൻ, നിങ്ങളുടെ കുറച്ച് കുറവുകളെ അങ്ങോട്ട് വെളിപ്പെടുത്തുമല്ല, ഉത്തരവാദിത്വത്തോടുകൂടിയാണ്. കറക്റ്റ് ചെയ്യുന്നതും എരിവിൽ നിൽക്കുന്നതും ഒക്കെ അല്ല നമ്മുടെ വിചാരം, നമ്മളങ്ങ് എരിവിൽ നിൽക്കുന്നു. പക്ഷെ ഇവിടെ ഒക്കെ കർത്താവാണ് നമ്മളെ നോക്കുന്നില്ലേ? പൗലോസ് പറയുക ദൈവത്തിൻ്റെ മുമ്പിൽ പൂർണ്ണ പ്രാഗൽഭ്യത്തോട് ഉത്തരവാദിത്വത്തോട് നിങ്ങൾക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ഈ ആലോചന നിങ്ങളോട് പറയുന്നത്. നിങ്ങളിൽ ക്രിസ്തു ഉരുവാകുന്നിടത്തോളം നമ്മൾ വിചാരിച്ച് രക്ഷിക്കപ്പെട്ട ദിവസം ക്രൈസ്റ്റ് വാസ് ഫോംഡ് ഇൻ മീ, ഞാൻ ക്രിസ്തു പോലായെന്നാണ് വിചാരം. നോ, രക്ഷിക്കപ്പെട്ട ദിവസം നമ്മുടെ ജീവിതത്തിൽ ആ പ്രോസസ്സ് ആരംഭിച്ചതേ ഉള്ളൂ. ഈ മരുഭൂമി യാത്രയിൽ, ഈ ദിവസങ്ങളിലെ യാത്രയിലൊക്കെയാണ് അതിൻ്റെ ഫൈനൽ സ്റ്റേജസ് നടക്കുന്നില്ലേ? നമ്മൾ ഒന്നുകൂടി കർത്താവിനെ പോലെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. എവിടെയൊക്കെ കുറവായിട്ടുണ്ടോ, എവിടെയൊക്കെ ജഡസ്വഭാവം ഇടയ്ക്കിടയ്ക്ക് പൊങ്ങി വരുന്നോ, എവിടെയൊക്കെ പാരമ്പര്യ സ്വഭാവം ഇടയ്ക്കിടയ്ക്ക് ചാടി വരുന്നോ, എവിടെയൊക്കെയോ എൻ്റെ പേഴ്സണാലിറ്റി വിട്ടുകൊടുക്കാത്ത അവസ്ഥകൾ ഇടയ്ക്കൊക്കെ ദൈവം നമ്മളെ മനസ്സിലാക്കും. ഇടയ്ക്കൊക്കെ പൊട്ടിത്തെറിക്കാൻ ദൈവം അനുവദിക്കും. എന്തിനാ? അപ്പോഴാണ് നമ്മൾ ദൈവം വലിയ വിശുദ്ധനാന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ജീവിതത്തിൽ ഈ കുറവുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് പുറത്തു വരാൻ ആരനുവദിക്കും? ദൈവം അനുവദിക്കും. പൗലോസ് പറഞ്ഞു ടിൽ ക്രൈസ്റ്റ് ഈസ് ഫോംഡ് ഇൻ യു, അതുവരെയും നിങ്ങളെ കറക്റ്റ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നിങ്ങൾ കറക്റ്റ് ചെയ്യും. നിങ്ങളുടെ വിട്ടുപോകുന്ന പാരമ്പര്യ ശക്തികളൊക്കെ എങ്ങോട്ടാണ് വരുന്നതെന്നറിയാം. നിങ്ങളെ കറക്റ്റ് ചെയ്യുന്ന പൗലോസിൻ്റെ അടുത്തോട്ടാണ് ചെല്ലുന്നത്. അവിടെ എല്ലാം ഈ അറ്റാക്ക് താൻ സൂപ്പർമാനൊന്നും അല്ലല്ലോ, ദൈവകൃപയിൽ നിൽക്കുക, സ്തോത്രം. എങ്കിലും ഇത് കുറച്ചൊക്കെ തന്നെയും ബാധിക്കും, ക്ഷീണിച്ചു പോകത്തില്ലെങ്കിലും താൻ അവിടെ എല്ലാം യുദ്ധത്തിൽ ആത്മാവിൽ ജയിച്ച് നിൽക്കുക. 20-ാമത്തെ വാക്യം വായിച്ച്, നിങ്ങളുടെ ജീവിതത്തിൽ ഈ മാറ്റം വന്നേലേ പറ്റൂ. എന്ന് വെച്ചാൽ ഇവിടെ എല്ലാം എന്തുവാണ് ആ മാറ്റം? പാരമ്പര്യത്തിലേക്ക് പോകുക, ന്യായപ്രമാണത്തിലേക്ക് പോകുക, അവരുടെ പഴയ അനുഭവത്തിലേക്ക് പോകുക, വിട്ടതൊക്കെ തിരിച്ചെടുക്കുക. യഹൂദന്മാരാണെങ്കിൽ ഇപ്പം സന്തോഷിക്കുന്നത് എന്തിലാണ്? യഹൂദ ക്രിസ്ത്യാനികൾ, ഇവിടെയുള്ള വിശ്വാസികൾ ഇപ്പോൾ പരിച്ഛേദന വേണം, ശബത്ത് ആചരിക്കണം. പഴയ നിയമത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങളുടെ യഹൂദ പ്രമാണം. എവിടെയൊക്കെ പലവിധ പ്രവൃത്തികളിലേക്കും കർമ്മമാർഗത്തിലേക്കും പാരമ്പര്യത്തിലേക്കും ആചാരത്തിലേക്കും പ്രത്യേകിച്ച് ന്യായപ്രമാണം താഴോട്ട് വരുമ്പോൾ അത് വളരെ എടുത്തു പറയുക. നിങ്ങളുടെ ആരാധന പ്രമാണം പുതിയ നിയമമാണേ. പുതിയ നിയമത്തിന് നേരിലായിട്ടാണ് പഴയ നിയമം നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പുതിയ നിയമം തെളിയിക്കുവാൻ നമ്മൾ പലപ്പോഴും പഴയ നിയമത്തിൽ നിന്ന് ഉദ്ധരണി എടുത്താണ് അപ്പോസ്തലന്മാർ സ്ഥാപിച്ച പോലെ നമ്മൾ എടുക്കും. നമ്മൾ പഴയ നിയമത്തിൽ നമ്മൾ എടുത്ത് ശുശ്രൂഷിക്കും. എന്തിനു വേണ്ടിയാണ്? പുതിയ നിയമം മനസ്സിലാക്കുവാൻ. അവിടെ എല്ലാം ആ വാഗ്ദത്വവും ആ ശുശ്രൂഷയും ആ വിളിയും നമ്മുടെ ക്രിസ്തീയ ജീവിതം, നമ്മുടെ കുടുംബ ജീവിതം, നമ്മൾ എന്തിന് ഫോക്കസ് കൊടുക്കുന്നു, നമ്മുടെ രക്ഷയുടെ അനുഭവം, ആത്മാവിനാൽ നടത്തപ്പെടുന്ന അനുഭവം ഒന്നും പഴയ നിയമ ഭക്തർക്കില്ല. അവിടെ ചില അഭിഷക്തർ മാത്രമേ ഉള്ളൂ എല്ലപ്പോഴും വന്നു പോയി നിൽക്കുന്ന ഒരാത്മാവ് അവരുടെ മേൽ വരുന്നത്. നമ്മുടെ മേലോ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദി ഒഴുകുന്ന പോലുള്ള ഒരു ആത്മാവിൽ നിറഞ്ഞ ഒരു അനുഭവം. അപ്പോൾ അവിടെ എല്ലാം ആ പുതുക്കം, ആത്മാവിൽ പുതുക്കം പ്രാപിച്ചുകൊണ്ടാണ്. നിങ്ങളുടെ പ്രമാണം മറന്നു പോകല്ലേ. നിങ്ങൾ ആത്മാവിൽ ക്ഷീണിക്കുമ്പോൾ നിങ്ങൾ ന്യായപ്രമാണത്തിൽ ആശ്രയിക്കും.
ഞാൻ പറഞ്ഞില്ലേ, ഈ കിട്ടുന്നും സ്വത്തും ഇവിടെ മനോഹര ദേശം കിട്ടും, അളവുനൂല് മനോഹര ദേശത്ത് വിട്ടു, നിങ്ങളുടെ ഭയങ്കര ഒരു പോർഷൻ നിങ്ങൾക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ വാഗ്ദത്തങ്ങളും എന്ന് പറഞ്ഞുള്ള ഈ കള്ളപ്രവചനങ്ങളും കള്ള ഉപദേശങ്ങളും ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? നമുക്ക് ഈ പട്ടണത്തിൻ്റെ മധ്യത്തിൽ കുറേ സ്ഥലം കിട്ടുമെന്നോ, അല്ല കൊട്ടാരം പോലെ വീട് കിട്ടുമെന്നോ, അല്ലെങ്കിൽ ഇപ്പോൾ യാത്ര ചെയ്യാത്ത രാജ്യങ്ങൾ പോകുമെന്നോ, സൂപ്പർ ലക്ഷറി അതുപോലുള്ള വാഹനങ്ങളോ അതുപോലെ ജീവിത ശൈലിയും വരുമാനവും ആർക്കാണ്? എനിക്കിഷ്ടമല്ലേ? എനിക്കിഷ്ടമല്ലേ? ജഡത്തിൽ നമുക്കെല്ലാം ഇഷ്ടമാണ്. നമുക്ക് മാത്രമല്ല, മൂർത്തികളെ സേവിക്കുന്ന ജാതികൾക്കും ഇഷ്ടമാണ്. പ്രൈസ് ലോർഡ്. അവരെ നമ്മളെ വിളിച്ച വിളിക്ക് വ്യത്യാസമുണ്ട് ഇല്ലേ? ജഡത്തിന് സുഖം ഇഷ്ടമാണ്, ജഡത്തിന് ലോകത്തിൽ മാനിക്കപ്പെടുവാൻ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ജഡത്തിന് ഒത്തിരി ആത്മീയത അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി വില കൊടുക്കുവാനോ മാറുവാനോ ഇഷ്ടമല്ല. കാര്യം ലോകം നമ്മളെ നിന്ദിക്കും, ലോകം നമ്മളെ മാറ്റി നിർത്തും എന്നറിയാം. പക്ഷേ ഉള്ളിൽ ജീവൻ്റെ വിത്ത്, വചനത്തിൻ്റെ വിത്ത് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾ വളരും. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുന്നിടത്തോളം. ഈ ലോകമെല്ലാം ക്രിസ്തുവിൻ്റെ എതിരെ തിരിയുവാൻ ഈ അപ്പം കൊടുത്തപ്പോൾ, അത്ഭുതം പ്രവർത്തിച്ചപ്പോൾ ലോകം മുഴുവൻ ക്രിസ്തുവിൻ്റെ പുറകെ ഉണ്ടായിരുന്നു. സത്യത്തിലേക്ക് വന്നപ്പോൾ ക്രൂശും അതിനെ ജയിച്ച് നീ കർത്താവ് എന്നോടുകൂടി വാഴും, ശിഷ്യനായി തീരുക, ത്യജിക്കുക. സ്വന്തം അപ്പനെ ആണെങ്കിലും അമ്മയാണെങ്കിലും സഹോദരങ്ങളെ ആണെങ്കിലും ത്യജിച്ച് എൻ്റെ ക്രൂശ് എടുക്കാതെ നിനക്കെൻ്റെ ശിഷ്യനായി തീരുവാൻ കഴിയത്തില്ല എന്നുള്ള ഡെഡിക്കേഷനിലോട്ട് വന്നപ്പോൾ ശിഷ്യന്മാർ പോലും പറഞ്ഞു, എന്തുവാ ഇത് ഇച്ചിരി കട്ടിയുള്ള, ആർക്കിത് സഹായിക്കാം? അതിനാണ് ദൈവം പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്, സഹായിക്കുവാൻ സഹായകനുണ്ട് കൂടെ. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു 20-ാമത്തെ വാക്യത്തിലും 19-ാമത്തെ വാക്യത്തിലും നിങ്ങളുടെ ഈ പഴയ നിയമം അല്ലെങ്കിൽ ന്യായപ്രമാണത്തിലേക്ക് തിരിഞ്ഞു പോകുന്ന അവസ്ഥ, അത് ആത്മാവിൽ ക്ഷീണം വരുന്നത് കൊണ്ടാണ്. പഴയ കാര്യങ്ങളെല്ലാം വിട്ടിട്ട്, നിങ്ങളുടെ ജഡത്തിൻ്റെ പ്രവൃത്തികളെല്ലാം വിട്ടിട്ട് നിങ്ങൾ ആത്മാവിലേക്ക് തിരിയുന്നത് വരെയും ഇവരെല്ലാം ഗലാത്യ സഭ തുടങ്ങിയത് എങ്ങനെയാണ്? നല്ല പരിശുദ്ധാത്മാവിലും ആത്മാവിൻ്റെ മൂവ്മെൻറ്റ്. അങ്ങനെ നിങ്ങളായി തീരുന്നത് വരെയും ഞാൻ അധ്വാനിച്ചുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് 21-ാമത്തെ വാക്യം. എത്ര പറഞ്ഞിട്ടും അവർക്ക് ന്യായപ്രമാണം, പഴയ നിയമത്തിൽ അത് പറഞ്ഞിട്ടില്ലയോ? ഞാൻ പറഞ്ഞില്ലേ, ഈ കൂടുതൽ കിട്ടും എന്ന് പറയുന്നവർക്ക് ഇവിടെ പുതിയ നിയമത്തിലെങ്കിലും കിട്ടും എന്നൊന്നുമില്ല. പുതിയ നിയമത്തിലുള്ളതോട് ചരിത്രം മാത്രമേ ഉള്ളൂ. കർത്താവിനെ നേടുവാൻ പൗലോസ് എന്ത് ചെയ്തു? ലാഭമായതുള്ളതോട് ഛേദം, ഒന്നുകൂടെ എൻ്റെ മൂലഭാഷയിൽ അല്ലെങ്കിൽ പിന്നെയും പറയുമ്പോൾ ചപ്പും ചവറുമായിട്ട്, ആസ് ഗാബേജ്, കച്ചടയായിട്ട്. കാര്യം അതിനെ സ്നേഹിച്ച് പോയി കഴിഞ്ഞാൽ അതിനെ കെട്ടിപ്പിടിക്കും. അതുകൊണ്ട് എന്ത് ചെയ്തു? നമ്മൾ ഈ കച്ചട എങ്ങനെ നാർന്ന അഴുക്ക് വേസ്റ്റ് എങ്ങനെ പിന്നെ വെച്ചോണ്ടിരിക്കും? ഇല്ല, കളഞ്ഞിട്ട് കൈ കഴുകും. ഇനി അതിൻ്റെ ഒരു ചിന്തയും ഇനി എനിക്ക് വേണ്ട. അതുപോലെ ആസ് ഗാബേജ് എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷിലും മൂലഭാഷയിലൊക്കെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് പുതിയ. പിന്നെ എബ്രഹാമിൻ്റെ ആടുമാടുകൾ, ലോത്തിൻ്റെ ആടുമാടുകൾ, മോശ, യോസേഫിന് കിട്ടിയ സ്ഥാനം, ഇതൊക്കെ എവിടെ കിട്ടത്തുള്ളൂ? ന്യായപ്രമാണത്തിലേ കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ ന്യായപ്രമാണവും എടുത്ത് ശുശ്രൂഷാണ് കൊരിന്ത്യ സഭ ക്ഷീണിച്ചു പോയത്, ഗലാത്യ സഭ. അതുകൊണ്ട് അവരോട് ചോദിച്ചാൽ നിങ്ങൾ മാറിപ്പോയി വേറൊരു സുവിശേഷത്തിലേക്ക് മാറിപ്പോകും. ടു അനദർ ഗോസ്പൽ. ലോകത്തിൽ കിട്ടും എന്നുള്ളൊരു ഗോസ്പൽ. ലോകത്തിൽ നിങ്ങൾക്ക് ഭൗമികം തരാനാണോ കർത്താവ് ക്രൂശിൽ വില കൊടുത്തത്, നഗ്നനായിട്ട് അവിടെ തൂങ്ങിയത്? നിങ്ങൾ മനസ്സിലാക്കണം, ലോകരക്ഷിതാവും സൃഷ്ടാവും യേശുവിനെ പറ്റി യെശയ്യാപ്രവചനം 9-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ പറയുന്ന അവൻ നിത്യപിതാവാണ്, സർവശക്തനായ ദൈവമാണ്. വന്നിട്ട് മനുഷ്യൻ മുഖത്ത് തുപ്പാനും നിന്ദിക്കുവാനും ആ അപ്പനില്ല തന്തയില്ലാതെ ഉണ്ടായവനല്ലേ ബാസ്റ്റേർഡ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു മോശമായ പദമാണ് എൻ്റെ യേശുവിനെ വിളിച്ചത്. അപ്പനില്ലാതെ ഉണ്ടായവൻ, അവൻ ആ മറിയത്തിൻ്റെ മകനല്ലേ, ആ തച്ചനല്ലേ, അല്ലെങ്കിൽ ആ ഇന്ന ആളല്ലേ എന്ന് പറഞ്ഞ് എന്തൊക്കെ പറഞ്ഞ് എൻ്റെ യേശുവിനെ നിന്ദിച്ച്. ഇതെല്ലാം എന്തിനാ? പലരും ആ വാക്യമൊക്കെ എടുത്തു വെച്ച് നിങ്ങൾ ഇവിടെ അങ്ങ് സമ്പന്നരാക്കുവാനാണ് ദൈവം ദരിദ്രനായി തീർന്നത്. അതിൻ്റെ മേളത്തെയും താഴത്തെയും അതൊന്നും മനസ്സിലാകാതെ ഞാൻ പറഞ്ഞു വചനമൊക്കെ കോട്ടിക്കളഞ്ഞ് നമ്മുടെ ജഡത്തിന് സുഖം വരുന്ന സന്തോഷം വരുന്ന രീതിയിലാക്കുമ്പോൾ ഗലാത്യ സഭയ്ക്ക് ഇതാ പറ്റിയത്. 21-ാമത്തെ വാക്യത്തിൽ ഓർപ്പിക്കുക, നിങ്ങൾക്ക് വീണ്ടും ഈ അധ്യായം തുടങ്ങിയപ്പം തൊട്ടതാ പറയുന്നത്, നിങ്ങൾ ന്യായപ്രമാണത്തിലേക്ക് തിരിച്ചു പോകല്ലേ. ന്യായപ്രമാണം നിങ്ങളെ ശുദ്ധീകരിക്കത്തില്ല, ന്യായപ്രമാണം നിങ്ങളെ ക്രിസ്തുവിനോട് അടുപ്പിക്കത്തില്ല, ന്യായപ്രമാണം നിങ്ങളെ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാക്കി തീർക്കത്തില്ല. എന്നിട്ട്
അടുത്തൊരു വലിയൊരു എക്സാമ്പിളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ വിചാരിക്കുകയും ചെയ്തു, ഒട്ടും പറഞ്ഞിട്ട് മനസ്സിലാകാത്തതുകൊണ്ടാണ് അവിടെയുള്ള ഈ യഹൂദ ക്രിസ്ത്യാനികളും അവർ ഈ ജാതികളെയും കൂടെ അവരുടെ വഴികളിലേക്ക് കൊണ്ടുവന്ന ഈ ജഡീക സഭയോട്, ലൗകിക സഭയോട് മറ്റൊരു സുവിശേഷത്തിലേക്ക് മാറിപ്പോയി സ്വർഗീയ കാര്യത്തിന് പകരം ലോകത്തിലെ വിഷയത്തിന് ഫോക്കസ് കൊടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഈ സഭയോട് പൗലോസ് പറയുന്നത് 21-ാമത്തെ വാക്യത്തിൽ പറയുക, ഈ ന്യായപ്രമാണത്തിൻ്റെ പുറകെ പോകുന്നവരെ, ന്യായപ്രമാണം എന്തുവാ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലയോ? അതൊന്ന് കേൾക്ക. യെസ്. പഴയ നിയമത്തിൽ നിന്ന് എടുത്തൊരു ഉദ്ധരണിയുമായിട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഒരു എക്സാമ്പിൾ, ദാസ്യത്വവും പുത്രത്വവും തെളിയിക്കുവാൻ നിങ്ങൾക്ക് ഏതാ വേണ്ടത്? നമ്മൾ പെട്ടെന്ന് ഹാഗാർന്ന് എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഇസ്മായിൽ ഹാഗാർന്ന് എടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അത് മുസ്ലിംസ് അല്ല. ഇവിടെ ഉദാഹരണം എന്തിനാണ് എടുത്തിരിക്കുന്നതെന്നറിയാം? അല്ലല്ലോ, പഴയ നിയമ ആൾക്കാരും പുതിയ നിയമ ആൾക്കാരും, ഭക്തരും, പഴയ നിയമ ഭക്തരും പുതിയ നിയമ ഭക്തരും. ആ പ്രമാണത്തിൻ്റെ വ്യത്യാസം ഇത്രയും നേരം പറഞ്ഞിട്ട് മനസ്സിലായില്ല. ഇനി പഴയ നിയമ വിശ്വാസികളും പുതിയ നിയമ വിശ്വാസികളും അതിൻ്റെ വ്യത്യാസം പറഞ്ഞ് മനസ്സിലാക്കുക. ഈ പഴയ നിയമ വിശ്വാസിയെപ്പറ്റി ഇവിടെ പറയുന്നത് എന്തോ? ആരാ? ഹാഗാർ, ഹാഗാറിൻ്റെ സന്തതി. എന്നിട്ട് താഴോട്ട് വരുമ്പോൾ പഴയ നിയമത്തിന് എടുത്തിട്ട് ആ ഭാഗം വായിക്കും. യെസ്. ആ, ദാസിയുടെ മകൻ എപ്പോഴും ജഡപ്രകാരമാണ്. ഈ ജഡപ്രകാരം ഈ ലോകത്തിലെ ജീവിതം, ഇവിടാണ് അളവ് നൂല് മനോഹര ദേശത്ത് വീണ്, ഇവിടാണ് വിടുതൽ, ഇവിടാണ് സ്വർഗീയ മന്ന കഴിക്കാൻ, അക്ഷരീകമായിട്ട് കഴിക്കാൻ. ആത്മീയ അനുഗ്രഹവും വചന വെളിപ്പാടും ഒന്നുമല്ല. അവിടുത്തെ സ്വർഗീയ മന്ന എന്തുവാ? തിന്നുന്ന സാധനമാണ്. ഈ ശരീരത്തിന് വേണ്ടി ബലമുള്ള തിന്നുന്ന സാധനം. അവിടെ അഗ്നിസ്തംഭവും മേഘസ്തംഭവും അവിടുത്തെ കരുതലും അവിടുത്തെ ആഹാരം കൊടുത്തതും അവിടെ എന്തൊക്കെ അത്ഭുതം പ്രവർത്തിച്ചോ അതെല്ലാം അവിടെ ജഡത്തിന് വേണ്ടിയാണ്. അവിടെ ജഡത്തിൻ്റെ ശുദ്ധീകരണമാണ്. ഒരു ജഡത്തിന് ശുദ്ധീകരണം ഇല്ലാത്ത ഇനി ഒരു സഹോദരിയാണെങ്കിലും ആ സമയത്ത് അവർക്ക് ആലയത്തിൽ പ്രവേശിക്കാൻ പറ്റത്തില്ല. ഇതൊരു വ്യക്തിക്ക് കുഷ്ഠരോഗമോ ഏതെങ്കിലും രോഗമുണ്ടെങ്കിൽ, ഇനി അംഗവൈകല്യമുണ്ടെങ്കിൽ പോലും, ഒരല്പം അംഗവൈകല്യമുള്ള ഒരു വ്യക്തിക്ക് പോലും ശുശ്രൂഷിക്കാനും പറ്റത്തില്ല, ആലയത്തിൽ പ്രവേശിക്കാനും പറ്റത്തില്ല. അതാണ് ഈ പഴയ നിയമത്തിൻ്റെ പ്രമാണം. ജാതികളായ നമ്മൾക്ക്, ഭാരതീയരായ നമ്മൾക്ക് ഒട്ടും ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ കഴിയത്തില്ല. അതാ പഴയ നിയമ പ്രമാണം. അവിടെ ദാസ്യത്വത്തിൻ്റെ ആത്മാവാണ്. അവിടെ ഒരു ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ ദേ ആർ ബൗണ്ട് ടു ദ ലോ. പ്രമാണം 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 അനുസരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? യാക്കോബിൻ്റെ ലേഖനം ഒന്ന് വായിച്ച, ജെയിംസ് ചാപ്റ്റർ 2:10, യാക്കോബ് 2:10. നിങ്ങളത് പിന്നീട് മുഴുവൻ വായിച്ചോ. ന്യായപ്രമാണത്തിൻ്റെ പ്രത്യേകത എന്തുവാണെന്നറിയാം? ന്യായപ്രമാണം മുഴുവൻ നീ അനുസരിച്ചു, പക്ഷെ ഒരെണ്ണത്തിൽ തെറ്റിയാൽ പിന്നെ നീ ആരാ? പാപിയാ, നിന്നെ കല്ലെറിഞ്ഞ്. അതാണ് പഴയ നിയമത്തിൻ്റെ പ്രത്യേകത. ഇവിടെ എഴുതിയിരിക്കുക യാക്കോബ് 2-ാം അധ്യായത്തിൽ. പഴയ നിയമത്തിന് അത് അടുത്ത് യാക്കോബ് പിന്നീട് നിങ്ങൾ വായിച്ചാൽ മതി, താഴോട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷേ നിങ്ങളോ ന്യായപ്രമാണത്തിൻ്റെ കീഴിലല്ല, യു ആർ അണ്ടർ എ ലോ ഓഫ് ലിബർട്ടി എന്ന് എഴുതിയിരിക്കുന്ന സ്വാതന്ത്ര്യ പ്രമാണത്തിൻ്റെ കീഴിലാണ് എന്നവിടെ യാക്കോബിൻ്റെ ലേഖനത്തിൽ താഴോട്ട് എഴുതിയാൽ പിന്നീട് നിങ്ങൾ വായിച്ചാൽ. ഇവിടെ ന്യായപ്രമാണത്തിൻ്റെ പ്രത്യേകത, ജീവിതകാലം മുഴുവൻ നമ്മൾ ന്യായപ്രമാണം അനുസരിച്ചു, പക്ഷേ ഒറ്റ പ്രമാണം തെറ്റിച്ചാൽ പിന്നെ നീ ആരാ? പിന്നെ നീ മഹാപാപിയാ. നിന്നെ പിന്നെ എന്ത് ചെയ്യണം എന്നാണ് വചനം പറയുന്നത്, ന്യായപ്രമാണം പറയുന്നത്? കല്ലെറിഞ്ഞ്. എന്നെയൊക്കെ പണ്ടേ കല്ലെറിഞ്ഞ് കൊന്നേനെ ഞാൻ പഴയ നിയമ കാലഘട്ടത്തിലായത്. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്. ഇവിടേക്ക് നമ്മൾ ഓരോരുത്തരും ഇന്നും കൃപയിൽ നിൽക്കുന്ന കാരണം എന്നാ? കൃപായുഗത്തിലായതുകൊണ്ടായില്ലേ? കർത്താവ് ഇവിടെ കൃപ തന്നാ നമ്മളെ പെർഫെക്റ്റ് ആക്കുന്നത്. പഴയ നിയമത്തിൽ എന്തുവാ? ഒരു കുറവ് കണ്ടുപിടിച്ചിട്ട് അവിടെ കല്ലെറിയുക, അവിടെ ശിക്ഷിക്കുക, ഉടനെ കണ്ണിന് കണ്ണ്, അല്ലെങ്കിൽ പ്രവൃത്തിക്ക് പകരം പ്രവൃത്തിയായിട്ട് അവിടെ ശിക്ഷയാണ് നടക്കുന്നത്. അവിടെ എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ പുറത്താക്കുക, അവൻ്റെ പട്ടണത്തിൻ്റെ പുറത്താക്കുക, പാളയത്തിൻ്റെ പുറത്താക്കുക, ഔട്ട്സൈഡ് ദ സിറ്റി, ഗേറ്റ്സ് ഓഫ് ദ സിറ്റി എന്നാണ്. പ്രൈസ് ലോർഡ്. അപ്പോൾ പുറത്താക്കുന്ന ഈ ഏരിയ മാത്രം. ഇവിടെ നമ്മൾ എന്തുവാ? ഇവിടെ നമ്മളെ കൃപ തന്ന്, പരിശുദ്ധാത്മാ ബലം തന്ന്, ഒരു കൊച്ചു കുഞ്ഞിനെ കൈക്ക് പിടിച്ച് നടത്തുന്ന പോലെ ദൈവം നമുക്ക് ആവശ്യമായ ആഹാരം, പരിശുദ്ധാത്മാ വചനത്തിൽ കൂടെ ഇടപെടുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും പ്രായവും വിളിയും ഒക്കെ അനുസരിച്ചാണ്, ആത്മീയ പ്രായം അനുസരിച്ചാണ് കർത്താവ് ഇടപെടുന്നത്. എല്ലാവരോടും കർത്താവ് ഇടപെടും. അപ്പം പരിശുദ്ധാത്മാവിൻ്റെ ഒരു നടത്തിപ്പും ഒരു ഇടപെടലും അതൊരു വ്യത്യാസമാണ് എന്ന് പറഞ്ഞിട്ടാണ്. ഇനി ഇവിടെ ഫ്രീ വുമൺ, ബോണ്ട് വുമൺ, ദാസിയുടെ മകനും സ്വതന്ത്രയുടെ മകനും, ഇത് തമ്മിലുള്ള വ്യത്യാസം വീണ്ടും താഴോട്ട്. ഇത് രണ്ട് നിയമമാ, പുതിയ നിയമവും പഴയ നിയമവും. ഗലാത്യ സഭയ്ക്ക് മനസ്സിലാകാതെ വീണ്ടും ഈ പഴയ നിയമത്തിൽ നിൽക്കുന്നതുകൊണ്ട് അതാണ് അവർക്ക് വന്ന ആത്മീയ ക്ഷീണം എന്ന് മനസ്സിലാകാനാ ഈ പരിശുദ്ധാത്മാവിൽ. ഇത് പൗലോസിന് തോന്നിയതല്ല പറയുന്നത്,
അവർക്ക് മനസ്സിലാകാൻ വേണ്ടി പരിശുദ്ധാത്മാവ് ഒരു നല്ല എക്സാമ്പിൾ എടുത്ത. ഇത് രണ്ടും രണ്ട് നിയമമാണ്. ഒന്ന് യഹൂദൻ്റെ നിയമവും ഒന്ന് ക്രിസ്തുവിൽ കൂടി വീണ്ടും ജനനം പ്രാപിച്ച നല്ലൊരു ക്രിസ്ത്യാനിയുടെ നിയമവും. ഇത് രണ്ടും രണ്ടാ. ഈ രണ്ട് സ്ത്രീകൾ എക്സാമ്പിൾസ്, ഇത് രണ്ട് നിയമം അത്രേ. സീനായിൽ കിട്ടിയത് എന്തുവാണ്? ന്യായപ്രമാണമാണ്. സീനായ് പർവ്വതത്തിൽ കിട്ടിയത് ന്യായപ്രമാണമാണ്. അപ്പോൾ ഇവിടെ നേരെ തിരിച്ചാണ്. നമ്മൾ ചിലപ്പോൾ എക്സാമ്പിൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് കൺഫ്യൂസ്ഡ് ആവും. പക്ഷേ നമ്മൾ മനസ്സിലായ കോൺസെപ്റ്റ് എടുത്തോണം. ഹാഗാറിൻ്റെ മക്കൾ അല്ലെ മകൻ, ആ ദാസിയുടെ മകൻ, അവർ എന്തിൻ്റെ പുറകെ നടക്കുന്നു? ഹാഗാർ എന്ന് പറയുന്നത് സീനായ് പർവ്വതം. സീനായ് പർവ്വതത്തിൽ കിട്ടിയത് ന്യായപ്രമാണം, പഴയ നിയമം. മോശയ്ക്ക് കിട്ടിയത് എവിടാണ്? സീനായ് പർവ്വതത്തിൽ. അപ്പം ആ ന്യായപ്രമാണത്തെ മാത്രം കറങ്ങി ചുറ്റി നടക്കുന്ന ഒരു ദാസിയുടെ മകൻ, ദേ ആർ ബൗണ്ട് ബൈ ലോ. അവർ ന്യായപ്രമാണത്തിൽ കീഴിലാണ്. ഇന്നും കഴിഞ്ഞ ഇടയ്ക്ക് വരെ നമ്മുടെ ഒബ്രൻ്റെ കുടുംബമൊക്കെ ഉണ്ടായിരുന്നല്ലോ. സഹോദരി ഒത്തിരി വർഷം ഇസ്രായേലിൽ വർക്ക് ചെയ്തു, ഒത്തിരി വർഷങ്ങൾ വർക്ക് ചെയ്തു. അപ്പോൾ ഓരോ അവധിക്ക് വരുമ്പോൾ അവിടുത്തെ കൾച്ചറൊക്കെ അറിയാൻ വേണ്ടി കൂടുതൽ നമ്മൾ സഹോദരിയോട് ചോദിക്കും. അപ്പോൾ സിസ്റ്റർ എപ്പോഴും പറയുന്ന ഒരു കാര്യം, അവർക്ക് വേറെ ഒന്നുമില്ല. അവർക്ക് ആ ന്യായപ്രമാണം തോറ എടുത്ത് അങ്ങോട്ട് വെച്ച് കഴിക്കുന്നതിന് മുമ്പേ വായിക്കും. അതിങ്ങനെ വായിച്ച് ഇങ്ങനെ തലയും ഇങ്ങനെ ആട്ടിയിരിക്കും. അവരത് ഒപ്പിയും വെച്ച് ഇങ്ങനെ ആ ന്യായപ്രമാണം പ്രമാണം പ്രമാണം പ്രമാണം. ഒരു ജീവനുമില്ല. കർത്താവ് അവരുടെ മധ്യത്തിൽ നിന്ന് പോയി. അവരിപ്പോഴും അവരുടെ ആ പാരമ്പര്യവും പ്രമാണവും പറഞ്ഞുകൊണ്ട് ഇരിക്കുക. തലേ ദിവസം സഹോദരി പറഞ്ഞൊരു കാര്യമാണ്, ശബത്തിൽ അവിടെ വണ്ടി ഓടത്തില്ല, ആംബുലൻസ് പോലും ഓടത്തില്ല. ജെറുസലേമിൽ തന്നെയാണ്. ജെറുസലേം ഡൗൺ ടൗൺ എന്ന് പറയും. ആ രണ്ട് ടൗൺ ആയിട്ടുണ്ട്, പഴയതും പുതിയതും. ജെറുസലേം ഡൗൺ ടൗണിലായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു പ്രത്യേകത, തലേ ദിവസം അറിയാതെ ഒരു ലൈറ്റിൻ്റെ സ്വിച്ച്, അതിന് എത്ര കറണ്ട് കൺസ്യൂം ചെയ്യുന്ന ഒരു അപ്ലയൻസ് ആണെങ്കിലും അല്ലെങ്കിൽ വെള്ളിയാഴ്ച വൈകിട്ട് അത് ഓഫ് ചെയ്യാൻ മറന്നെങ്കിൽ ശബത്തിൽ അവർ പിന്നെ സ്വിച്ച് ഓഫ് ചെയ്യത്തില്ല. അവരുടെ പാരമ്പര്യത്തിൻ്റെ കട്ടി ഓർത്തോണം, അവരുടെ ആ പ്രമാണത്തിന് കൊടുക്കുന്ന വില. അതൊക്കെ മിക്കവാറും എല്ലാ വീടുകളിലും അത് ആചരിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ അവർക്ക് ജീവനില്ല, അവരുടെ മധ്യത്തിൽ കർത്താവില്ല. ആ പ്രമാണത്തെ വാലിഡുമല്ല. ആ പ്രമാണം അവർ ശബത്ത് ആചരിക്കുന്നത്, ശബത്തിൽ വേറെ ഒന്നുമില്ല. അവരും കുടുംബം എല്ലാം കൂടി ദൈവസന്ധിയിലിരുന്ന് അവർ ഒരു ഉച്ചവരെയും അല്ല വൈകിട്ട് വരെ അവരിങ്ങനെ ഇരുന്ന് ഭജനമൊക്കെ വായിച്ച് ഡൈനിങ് മേശയുടെ ചുറ്റിനും അവരിയ്ക്കുന്നവർ. ആ തോറവ് വായിച്ച് അത്രയും അവർ വേറെ ഒരു ജീവനുമില്ല. പക്ഷേ പ്രമാണത്തിൻ്റെ കാര്യത്തിൽ പരീശന്മാരെ പോലെ അവരിയ്ക്കും. അതിന് ഏതൊരു വിഷയം, താൻ ഒരിക്കൽ അഡ്മിറ്റഡ് ആയിരുന്നു അമ്മ ആശുപത്രിയിൽ. ശനിയാഴ്ച ശബത്തിൻ്റെ അന്ന് ആ വ്യക്തി, അവിടുത്തെ മകൻ, താൻ വിദേശത്തു നിന്ന് വന്നതാണ്, UK താൻ ജെറുസലേമിൽ അമ്മയെ കാണാൻ വന്നതാണ്. പക്ഷേ ഞായറാഴ്ച വാഹനം സ്റ്റാർട്ട് ചെയ്യത്തില്ല. അവർ സ്റ്റാർട്ട് ചെയ്യാതെ പുള്ളി ആ 14 കിലോമീറ്റർ നടന്നത്. ഇത്രയൊക്കെ എരിവ് ഇവിടെ ഉണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, 1 കിലോമീറ്റർ മഴ കണ്ട പകുതി പേര് എന്തെങ്കിലും എക്സ്ക്യൂസ് പറഞ്ഞാൽ ഭാഷ എനിക്ക് ചെറിയ ചുമയുണ്ടെന്ന് പറഞ്ഞാൽ ആരാ എനിക്ക് വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കും മാക്സിമം. അല്ലെ പറഞ്ഞാൽ നമ്മുടെ ഒരു കോൺസെപ്റ്റ് അങ്ങനെയാണ്. എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ അത് കയറിയാൻ പഠിക്കും. ഇത് 14 കിലോമീറ്റർ നടന്നു ശബത്തിൻ്റെ നിയമം തെറ്റിക്കാതിരിക്കാൻ. UK നിന്ന് ഇവർ വലിയ പണക്കാരാണ്. അവിടാണ് അസിസ്റ്റൻ്റ് ഡ്യൂട്ടി കൊടുത്തിരിക്കുന്നത്. അവർ അത്രയും കാശുകാർ. അവിടെ ഓടിക്കുന്ന ചിലപ്പം ജർമ്മൻ വണ്ടിയായിരിക്കും, അതുപോലെ ലക്ഷറി വണ്ടിയായിരിക്കും UK ഓടിക്കുന്നത്. ആ മനുഷ്യനാണ്, വെയിൽ കൊണ്ട് ശീലമില്ലാത്ത മനുഷ്യനാണ് ഇവിടെ വന്ന് യെരുശലേമിൽ വന്ന് ശബത്ത് തെറ്റിക്കാതിരിക്കാതെ എന്ത് ചെയ്തു? തനിക്ക് ആശുപത്രി പോയാലേ പറ്റൂ. അപ്പോൾ താൻ പോകത്തില്ല. പക്ഷേ പോകേണ്ട അത്യാവശ്യം അമ്മ എൻ്റെ ഡോക്ടർ വിളിച്ചു, അല്ല ആശുപത്രി അമ്മയെ കാണാൻ ചെല്ലേണ്ട ആവശ്യം വന്നുകൊണ്ട് ശബത്തായതുകൊണ്ട്, അത് വൈകിട്ടാണെങ്കിൽ പോലും പിന്നെ ശബത്ത് കഴിയണം. പിന്നെ എന്ത് ചെയ്യണം? ബൈബിളിൻ്റെ അകത്ത് എഴുതിയിട്ടില്ലേ, ഒരാടഴിഞ്ഞു പോയാൽ പോലും അവർ കെട്ടത്തില്ല. അതുകൊണ്ടാണ് യേശു ചോദിക്കുന്നത്, ഹാലൽ ഇതുകൊണ്ട് എന്തു പ്രയോജനം എന്നാണ് ചോദിക്കുന്ന കർത്താവ്. പക്ഷേ ശബത്തിൻ്റെ ആ പ്രമാണം അവർ ഈ ഗലാത്യർ ക്ഷീണിച്ച് പഴയ നിയമം പഠിച്ച് അവർ ഒരു ന്യായപ്രമാണത്തിൻ്റെ ബന്ധനത്തിലായപ്പോൾ അവർ പിന്നെ ശബത്ത് ആചരിക്കാൻ തുടങ്ങി. പൗലോസിനെ കൂടെ വന്ന തീത്തോസിനെ എന്ത് ചെയ്തു? പരിച്ഛേദന ഏൽക്കുവാൻ പറഞ്ഞു. അതിലാണ് പൗലോസ് തുടങ്ങിയത്. ഇവർ എത്രത്തോളം അപ്പം ന്യായപ്രമാണം ഒരു ബന്ധനമാ. അത് കൂടുതൽ അങ്ങോട്ട് ആചരിച്ചും അതിലങ്ങോട്ട് ശുശ്രൂഷിച്ചും അതിൽ കിടന്ന് കറങ്ങിയാലുള്ള പ്രശ്നം എന്തുവാണെന്നറിയാം? നിങ്ങളുടെ ഫോക്കസ് മുഴുവനും ഇസ്രായേൽ മക്കളുടെ കൂട്ട് ലോകത്തിലായിരിക്കും. ലോകത്തിലെ ഹല്ലേലൂയ പ്രൈസ്. ഇസ്രായേൽ മക്കൾക്ക് എങ്ങനെയാണെന്നറിയാം? ഒരു നല്ല അടക്കം കിട്ടണം. എൻ്റെ അപ്പനെ അടക്കിയെടുത്ത് കൊണ്ട് അസ്ഥി കൊണ്ടിടാൻ. പുതിയ നിയമ ഭക്തർക്ക് ഇത് വല്ലതും ഉണ്ടോ ദൈവമക്കളെ? പൗലോസിനെ എവിടെ അടക്കിയത്? പൗലോസിനെ ആരടക്കി? ശുശ്രൂഷ വല്ലതും ചെയ്ത് ദൈവമക്കളെല്ലാം കൂടി പ്രാർത്ഥിച്ചു വല്ലതും ആണോ പൗലോസിനെ അടക്കിയത്? പത്രോസിനെയും തലകീഴായി ക്രൂശിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. ബാക്കിയുള്ളവരെല്ലാം മാർട്ടിയേഴ്സായിട്ട് അല്ലെങ്കിൽ രക്തസാക്ഷികളായിട്ടല്ല യോഹന്നാൻ ഒഴികെ മരിച്ചത്. പ്രായം ചെന്ന് മരിച്ചത് യോഹന്നാൻ അപ്പോസ്തലൻ മാത്രമേ ഉള്ളൂ.
രക്തസാക്ഷികളായിട്ട് തല വെട്ടി തല ചിതറിപ്പോയി എല്ലാം കൂടി കച്ചറ കളയെന്നുള്ള കവറിനകത്തിട്ട് കളഞ്ഞു. അവർക്ക് സ്വർഗത്തിൽ കിട്ടാൻ പോകുന്ന സ്ഥാനമോ? പ്രൈസ് ലോർഡ്. ആ ട്രോഫി നമ്മളന്ന് കാണാൻ പോകുന്നേ ഉള്ളൂ. അപ്പം പഴയ നിയമത്തിൽ ഈ നല്ല അടക്കം, ദൈവമക്കളൊക്കെ ക്ഷീണിക്കുമ്പോൾ കിട്ടുന്ന ചില കോൺസെപ്റ്റ്സ് അങ്ങോട്ട് അകത്തോട്ട് കയറുന്ന, ജീവിക്കുമ്പോൾ മാനിക്കണം, ദേശത്തന്നെ നല്ല അടക്കം കിട്ടണം. ഇങ്ങനെ ഒരാൾ പറയുകയോ ചിന്തിക്കുകയോ ചെയ്താൽ, ഞാൻ പോലും നാളെ ചിന്തിക്കുകയോ ചെയ്താൽ എൻ്റെ ആത്മാവിൽ ഞാൻ ക്ഷീണിച്ചു. അതാണ് പൗലോസ് ഓർപ്പിക്കുന്ന ഗലാത്യ സഭയെ. ആത്മാവിൽ ക്ഷീണിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ലോകത്തിലെ ഫോക്കസ്, ന്യായപ്രമാണത്തിൽ എന്തിനൊക്കെ പ്രാധാന്യത കൊടുത്തിട്ടുണ്ടോ അതങ്ങോട്ട് കയറി വരുന്നത്. പ്രൈസ്. അതുകൊണ്ട് മനസ്സിലാകണം, ഹല്ലേലൂയ, എൻ്റെ കർത്താവിന് പോലും അല്ല സ്തോത്രം, കർത്താവിൻ്റെ അവസാനം നമുക്കറിയാമല്ലോ. ക്രിമിനൽസിൻ്റെ 2 വലിയ കള്ളന്മാരുടെ മധ്യത്തിൽ എൻ്റെ കർത്താവിനെ ക്രൂശിച്ചത്, ഒരു പാപവും ചെയ്യാത്തവനെ. അപ്പം നമ്മൾ ആരെയാണ് അനുകരിക്കേണ്ടത്? കർത്താവിനെയാണ് അനുകരിക്കേണ്ടത്. അതുകൊണ്ട് സ്തോത്രം, ഞാൻ പറഞ്ഞു, ഇന്നത്തെ പ്രസംഗ വിഷയങ്ങളും ഇന്നത്തെ പ്രവചനങ്ങളും ഇന്നത്തെ ദൈവമക്കളുടെ ചിന്തകളും ഒക്കെ മാറിപ്പോകാൻ, മറ്റൊരു സുവിശേഷത്തിലേക്ക് പോകാൻ കാരണം വി ആർ ബിക്കമിങ് വീക്ക് ഇൻ ദ സ്പിരിറ്റ്. ആത്മാവിൽ ക്ഷീണം വരുന്നത് കൊണ്ട്. അതുകൊണ്ട് ഇവിടെ 2 എക്സാമ്പിൾസ് ആ ഹാഗാർ ന്യായപ്രമാണത്തെ കുറിക്കുന്നു, സീനായ് പർവ്വതത്തെ കുറിക്കുന്നു. ഹാഗാറിൻ്റെ സന്തതികൾ, നിങ്ങൾക്ക് ഹാഗാറിൻ്റെ സന്തതി ആകണോ എന്നാണ് ചോദിക്കുന്നത്. അതോ നിങ്ങൾക്ക് വാഗ്ദത്ത സന്തതിയാകണോ? വാഗ്ദത്തം ആർക്കാ ഉള്ളത്? യെരൂശലേം പിന്നീടാകാൻ പോകുന്ന പുതിയ യെരൂശലേം, ആ ഒരു പ്രത്യാശയോടുകൂടി ഭാവിയാണ്. അല്ല, അന്നത്തെ കാലത്തെ യെരൂശലേം അല്ല, ഇവിടെ ഒരു പുതിയ യെരൂശലേമിനെ പറ്റിയ മീതെയുള്ള യെരൂശലേം. ആ യെരൂശലേം സ്വതന്ത്രയാണ്, ഒരു ന്യായപ്രമാണത്തിൻ്റെയും കീഴിലല്ല. ആ പ്രമാണമാണ് നമ്മുടെ പ്രമാണം എന്ന് പറയുവാനാണ് അലങ്കാര ഭാഷയിൽ എഴുതിയേക്കുന്നത്. അവൾ തന്നെയാണ് നമ്മുടെ, because we have received a spirit of freedom, അല്ലെങ്കിൽ ലിബർട്ടി, ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ആത്മാവ്. ചിലരിനി ആ വചനം പോലും പല ന്യൂജൻ സഭകൾ എടുത്തിട്ട് ആ വചനഭാഗം നമ്മളെ സ്വതന്ത്രരാക്കി നമുക്ക് ഇഷ്ടം പോലെ ജീവിക്കാം, എങ്ങനെ ജീവിച്ചാലും സ്വർഗത്തിൽ പോകുമെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്, അറിയാം. അതല്ല എൻ്റെ അർത്ഥം. നമ്മളെ എല്ലാ പാരമ്പര്യ ബന്ധനത്തിനെയും അതുപോലെ തന്നെ ന്യായപ്രമാണത്തിൻ്റെ ബന്ധനത്തിൻ്റെ കീഴിൽ നിന്നും നമ്മളെ സ്വതന്ത്രരാക്കി. പ്രശ്നിക്ക് ആ ഭാഗം മനസ്സിലാവുന്നു. ഇനി ഇതൊരു വലിയൊരു മിസ്റ്ററിയാണ്, ഒരു മർമ്മമാണ്. വലിയൊരു ഉദാഹരണം എടുത്ത് ഓർത്തോണം. എനിക്ക് അങ്ങനെ ഒരു കാര്യം ഇപ്പം ഇനി ഈ സഭയിൽ പഠിപ്പിക്കേണ്ട ഒരവസ്ഥ വരാതിരിക്കട്ടെ, വന്നാൽ എത്രത്തോളം വേദനയാണ്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പുതിയ നിയമ ക്രിസ്ത്യാനികളെ പഴയ നിയമത്തിനെയും പുതിയ നിയമത്തിനെയും വ്യത്യാസം പഠിപ്പിക്കേണ്ട ഒരു ഗതികേട് പൗലോസിന്. പക്ഷേ ശുശ്രൂഷ ക്ഷമയോടുകൂടി പൗലോസ് ചെയ്യുക, അവരെ പഠിപ്പിക്കുക. നിങ്ങൾ ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ, ആ ബന്ധനത്തിൻ്റെ കീഴിലല്ല. ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി. ഇനി കർത്താവ് നിങ്ങളുടെ വിളി അനുസരിച്ച് ആത്മാവിനാലാണ് നടത്തുന്നത്. നിങ്ങൾ എബ്രഹാമിനെ പോലും മോശയെ പോലെ ആക്കാനല്ല, നിങ്ങൾ ക്രിസ്തുവിനെ പോലെ ആക്കാനാണ്. മധ്യസ്ഥൻ ക്രിസ്തുവാണ്, മോശയല്ല. പ്രമാണം, ഹല്ലേലൂയ, ന്യായപ്രമാണമല്ല, ക്രിസ്തുവിൽ കൂടുള്ള പ്രമാണമാണ്. കർത്താവിനെ മണവാട്ടിയാക്കി തീർക്കുന്ന പ്രമാണമാണ്. താഴോട്ട്. ഏകാഗി അല്ലെങ്കിൽ ഒരു ശാസ്ത്രം അനുസരിച്ച് ഒരു കുഞ്ഞുമുണ്ടാകത്തില്ല എന്ന് ശാസ്ത്രം വിധി എഴുതി, പ്രായം വിധി എഴുതി. ഒരിക്കലും ഇറ്റ് ഇസ് ഇമ്പോസിബിൾ. അപ്പോഴാണ് ദൈവസന്ധിയിൽ ഇതുണ്ട്, വാഗ്ദത്തമുണ്ട്, ദൈവത്തിൻ്റെ ആലോചനയുണ്ട്. നിൻ്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രം പോലും കടലിലെ മണത്തരി പോലും ആവും. ഇവിടെ ഒരു കുഞ്ഞില്ല. അപ്പോഴാണ് കർത്താവിൻ്റെ വാഗ്ദത്തം, പ്രോമിസ് എന്തുവാ? അവസാനം ദൈവത്തിൻ്റെ വാഗ്ദത്തം പോലെ എത്ര 100 വയസ്സാണല്ലോ എന്ന് കർത്താവിൻ്റെ ഒരു വിഷയമല്ല. കർത്താവിൻ്റെ വാഗ്ദത്തം നടന്നു. എന്നിട്ട് ഈ ഏകാഗിയുടെ സന്തതി, ഒരു കുഞ്ഞിൻ്റെ ആ സന്തതി, അല്ലെങ്കിൽ ഹാഗാറിന് എത്ര കുഞ്ഞുങ്ങൾ വേണേലും ഉണ്ടാവും. എബ്രഹാമിൽ നിന്നുള്ള ബന്ധം കഴിഞ്ഞിട്ട് പോയി മരുഭൂമിയിലേക്ക് പോയി, പിന്നെ ആരുമായിട്ട് ബന്ധപ്പെട്ടു എന്നൊന്നും തിരുവചനം പറയുന്നില്ല. ഏതൊക്കെ ജാതികളായിട്ട് എങ്ങനെയൊക്കെ ജീവിച്ചു എന്ന് പറയുന്നില്ല. ഇസ്മായിലിനെ എന്തായാലും വളർത്തി. ഹാഗാറിന് ഇഷ്ടത്തിന് കുഞ്ഞുങ്ങളായി കാണും. പക്ഷേ ഏകാഗിയുടെ മകൾ, ബൈബിൾ പറഞ്ഞ പോലെ ആകാശത്തിന് അവളേക്കാൾ അധികം ഇവിടെ ദൈവം എന്ത് ചെയ്തു? ദൈവം വളർത്തി. അപ്പം ദൈവം നമ്മളെ നടത്തുന്നതും ദൈവത്തിൻ്റെ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി നടന്ന് ആ ഒരു വ്യത്യാസമാണ്. 27-ാമത്തെ വാക്യത്തിൽ ഒത്തിരി ആത്മീയ അർത്ഥങ്ങളുണ്ട് ദൈവമക്കളെ. ഈ ഹാഗാറിൻ്റെ സന്തതിയും അല്ലെങ്കിൽ ന്യായപ്രമാണവും ഈ ലോകത്തിൻ്റെ അനുഗ്രഹം, ലോകത്തിലെ നന്മ, ഇവിടുത്തെ ഭൗമിക അനുഗ്രഹം, ഇവിടെ ഒരു വാഗ്ദത്ത ദേശം, ഇവിടുത്തെ സ്വർഗീയ മന്ന ഫോക്കസ് ചെയ്യുമ്പോൾ അവിടെ എന്തുവാ? ഇവിടെ ശരീരത്തിൽ ഊനമില്ലാതിരിക്കുക എന്ന് ഫോക്കസ് ചെയ്യുമ്പോൾ ഇവിടെ ഹല്ലേലൂയ നമ്മുടെ പുതിയ നിയമ പ്രമാണത്തിൽ ഫോക്കസ് ചെയ്യുന്നത് എവിടാ? പ്രൈസ്. ലോകത്തിലെ നന്മയല്ല. എൻ്റെ കർത്താവിന് കിട്ടിയില്ല, ഒറ്റ അപ്പോസ്തലന് കിട്ടിയില്ല. അവരൊക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ മത്തായിയോടൊക്കെ പറഞ്ഞു, നീ ടാക്സ് കളക്ട്, വലിയൊരു ഓഫീസറാണ്, ഇന്നത്തെ കാലത്ത് വലിയൊരു ഓഫീസറാണ്,
ഹല്ലേലൂയ. എഴുന്നേൽക്കുക, എന്നെ പിൻപറ്റുക. ഞാൻ നിങ്ങളെയൊക്കെ പിൻപറ്റിയവരോടൊക്കെ പറഞ്ഞു, ഞാൻ നിങ്ങളെ ആരാക്കി തീർക്കും? മനുഷ്യരെ പിടിപ്പിക്കുന്നവരാക്കി തീർക്കും. പ്രൈസ് ഗോഡ്. ലോകത്തിൽ നിങ്ങൾക്ക് എന്തുണ്ട്? കഷ്ടതയും നിന്ദയും. അതാണ് കർത്താവ് വാഗ്ദത്തം ചെയ്ത വാഗ്ദത്തം. പിന്നെ അതിലൊക്കെ കൂടുതൽ ഇതിൻ്റെ മധ്യത്തിലൊക്കെ ഒരു ആശ്വാസമായിട്ട് എന്തെങ്കിലുമൊക്കെ ദൈവം നമുക്ക് ഈ ലോകത്തിൽ തന്നിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ മനസ്സ് ഫോക്കസ് ചെയ്യാതെ നമ്മുടെ ചിലവ് കഴിഞ്ഞ് പോകണം. അത്രയല്ലേ ഉള്ളൂ. നമ്മൾ എന്തിനാ ഈ ബേർഡൻ എടുക്കുന്നത്? എത്ര മാനിക്കപ്പെടാൻ നോക്കിയാലും ദൈവം നിങ്ങളെ കണ്ടിട്ടുണ്ട്. ഇവിടെ ഒരു മാനവും കിട്ടത്തില്ല ദൈവമക്കളെ. കുറച്ചങ്ങോട്ട് മാനിച്ചു വരുന്നു എന്ന് അറിയിക്കുമ്പോൾ നല്ലൊരു നിന്ന ദൈവം അനുവദിക്കും. ദൈവം അനുവദിക്കുന്നതാണേ. അത് എല്ലാവർക്കും ഇല്ല. ഇനി പറയുന്ന എല്ലാ ബന്ധുക്കോസുകാർക്കും അവർക്ക് കുഴപ്പമില്ലല്ലോ, അവരെ ദൈവം അയച്ചു വിട്ടിരിക്കുക. അവരുടെ അവസാനം കാഹള ഊതുമ്പോൾ കാണാം. ദൈവം കണ്ടിട്ടുള്ളവർ ദൈവം ബാലൻസ് ചെയ്യുന്ന, സ്പീഡ് കൂടുമ്പോൾ ഇടയ്ക്കൊന്ന് ബ്രേക്ക് പിടിക്കുന്നെന്ന് പറയുന്ന പോലെ നമ്മൾ എന്തൊക്കെയോ ആയി തീർന്നു എന്ന് തോന്നിക്കുമ്പോൾ നമ്മളെക്കൊണ്ട് എല്ലാ കാര്യം നടക്കുന്നു. കർത്താവ് ഒരു നിന്ന അനുവദിക്കും. ആ പുത്രത്വത്തിൻ്റെ ആത്മാവാണ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, ജീവൻ്റെ വിത്ത് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇത് എന്നെ ഒന്ന് കർത്താവ് ബ്രേക്ക് പിടിക്കുന്നതാ, എന്നെ ഒന്ന് ഇടയ്ക്ക് ഓർപ്പിക്കുന്നതാ, എൻ്റെ ശരിക്കുള്ള വിളി എന്തുവാ, ഞാൻ ഏതിനാ ഫോക്കസ് കൊടുക്കണ്ട. സത്യവചനത്തിന് മേൽ നിന്നേലേ പറ്റൂ, സത്യ ആത്മാവിനാൽ നടത്തപ്പെട്ടേലേ പറ്റൂ. ഇന്നത്തെ ഹാലല് വിശ്വാസി ഗണത്തിൻ്റെ പെന്തിക്കോസുകാരോ വിശ്വാസികളോ അവരുടെയൊക്കെ ട്രെൻഡ് മാറിക്കോട്ടെ, എനിക്ക് തിരുവചന പ്രകാരം പോയാലേ പറ്റൂ. ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷയിൽ അപ്പോൾ ദൈവം അനുവദിക്കുന്ന നിന്ദയ്ക്കും ദൈവം അനുവദിക്കുന്ന ശോധന ചെയ്യുവാൻ അനുവദിക്കുന്ന കഷ്ടതയ്ക്കായിട്ടൊക്കെ സ്തോത്രം ഇല്ലേ? സ്തോത്രം. താങ്ക് യു ലോർഡ്. ഇവിടെ എഴുതിയിരിക്കുക, നമ്മളെ ദാസത്വത്തിൻ്റെ ആത്മാവല്ല, ദാസ്യത്വത്തിൻ്റെ ആത്മാവ് ഭീരുത്വത്തിൻ്റെ ആത്മാവാണ്. എപ്പോഴും ഭയമാണ്. അങ്ങനെയുള്ളവരോടാണ് ഈ കള്ളപ്രവചനമൊക്കെ പ്രവാചകന്മാരൊക്കെ അതെടുത്ത് മുതലാക്കും. ഓ നിങ്ങൾ അതുണ്ട് ഇതുണ്ട് വരുത്തുപോക്കൊണ്ട് അവരെന്തോ കൂടോത്രം ചെയ്യുന്നു, അങ്ങനാണ് ഇങ്ങനാണ്, കുറേ കെട്ടുകളുണ്ട്. നമ്മൾ രക്ഷിക്കപ്പെട്ടത് എന്തിനാണ്? ഈ കെട്ടഴിയാനല്ലേ. വീണ്ടും പോയി ബന്ധനത്തിൽ കുടുങ്ങല്ലെന്നാണ് പറയുന്നത്. കുറേ കെട്ടുകളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പദങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ആകെപ്പാടെ ഭയന്ന് പോകുന്നെങ്കിൽ ആ കെട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ അങ്ങ് ശാസിച്ചോണം. ആ ശാസിക്കാനുള്ള അഭിഷേകമല്ലേ കർത്താവ് നമുക്ക് തന്നത്. ഈ കെട്ടും കൊണ്ട് നടക്കാൻ ആരെങ്കിലും പറഞ്ഞു? ദൈവമക്കളെ, ഈ കെട്ടിൽ നിന്ന് സ്വതന്ത്രരാക്കിയതല്ലേ കർത്താവ് നമ്മളെ. നമുക്ക് പുത്രത്വത്തിൻ്റെ ആത്മാവ് ദൈവമക്കളെ. ഇനി കെട്ടല്ല, ഇനി നസീബ് നാലല്ല, പാരമ്പര്യ ശാപമൊന്നും വരത്തില്ല, പക്ഷെ ബന്ധിക്കപ്പെടും. ആത്മാവിൽ ക്ഷീണിക്കുമ്പോൾ ഈ പാരമ്പര്യ പിശാചൊക്കെ വീണ്ടും കയറി ബാധിക്കും. ഒരാളുടെ ജീവിതത്തിലെ ആത്മീയ ക്ഷീണം തന്നെയാണ് ഒരാളെ പാരമ്പര്യ ശക്തി ബാധിക്കുവാൻ എന്ന് മറന്നു പോകല്ലേ. അങ്ങനെ ബാധിക്കപ്പെടുന്നുണ്ടെങ്കിൽ ആ സമയത്ത് അവർ ചെയ്യേണ്ടത് ആത്മാവിൽ ഉണരണം. ദൈവം സന്ധിയിൽ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ ഒന്നുകൂടി പുനർശോധന ചെയ്തുകൊണ്ട് ആത്മാവിൽ ഉണരണം. നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവ് ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല. നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന ഏത് സമയത്തും അതിപരിശുദ്ധ സ്ഥലത്തിലേക്ക് ഓടിച്ചെന്ന് അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ളൊരു ആത്മാവാണ്. പഴയ നിയമത്തിൻ്റെ ആത്മാവ് അതല്ല. അവരാ ന്യായപ്രമാണത്തിന് അത് ചെയ്യല്ല എന്ന് പറഞ്ഞാൽ ചെയ്യല്ല, ചെയ്താൽ നിന്നെ കല്ലെറിഞ്ഞു കൊല്ലും. അത്രയേ ഉള്ളൂ. ചെയ്യല്ലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ സിമ്പല്ലേ, ഈ ഡിസിപ്ലിനിങ് മാത്രമേ ഉള്ളൂ. പുതിയ നിയമത്തിലെ ഹാലല്ലോ പുത്രത്വത്തിൻ്റെ ആത്മാവ് നമ്മളെ ശരിക്കും ദൈവത്തിനൊരു പുത്രനായിട്ട് ദൈവത്തോടു കൂടി നിത്യം വസിക്കുവാൻ നമ്മളെ ഒരുക്കുന്ന ഒരാത്മാവായില്ലേ, ഒരുക്കുന്ന വചനം. അതുകൊണ്ടാണ് പുതിയ നിയമവും യേശുവിൽ കൂടെയുള്ള ഭക്തർക്കുള്ള നിയമം ധ്യാനിക്കുമ്പോൾ അത് നമ്മളെ രൂപാന്തരപ്പെടുത്തും. ഇനി വീണ്ടും ആ പഴയതും പുതിയതും കൂടെ അതിൻ്റെ വ്യത്യാസം. സഹോദരന്മാരെ, ഇസ്ഹാക്കിനെ പോലെ വാഗ്ദത്തത്താൽ ജനിച്ച മക്കളാകും. എന്നാൽ അന്ന് ജഡപ്രകാരം ജനിച്ചവൻ ആത്മപ്രകാരം ജനിച്ചവനെ ഉപദ്രവിച്ചതുപോലെ ഇന്നും കാണുന്നു. രണ്ട് കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത്. ആദ്യത്തെ ഭാഗത്ത് 28ാമത്തെ വാക്യത്തിൽ പറയാം, നമ്മൾ വാഗ്ദത്തത്തിൻ്റെ സന്തതികളാണ്. ഇന്ന് ഞാൻ ഈ നേരത്തെ പറഞ്ഞില്ലേ, യെരുശലേം ഡൗൺ ടൗൺ ആണെങ്കിലും മെയിൻ ടൗൺ ആണെങ്കിലും യെരുശലേമിൽ ആ വിശുദ്ധ നഗരത്തിൽ ജീവിക്കുന്നവരോ ഇസ്രായേലിൽ മുഴുവൻ ജീവിക്കുന്നവരോ ലോകത്തിൽ എവിടെ ജീവിക്കുന്ന യഹൂദനും ഇന്ന് അവർ വാഗ്ദത്വം പിടിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ശരിക്കും വാഗ്ദത്തം ഇല്ല അവർക്ക്. ദേ ഹാവ് ലോസ്റ്റ് ദ പ്രോമിസ്. സ്വർഗത്തിൽ പോകും, അല്ലെങ്കിൽ ഒരു യഹൂദൻ അവൻ ദൈവത്തിൻ്റെ മകനായി തീരും എന്നുള്ള വാഗ്ദത്തം യേശു വന്നോടുകൂടി തീർന്നു. ദാറ്റ് പ്രോമിസ് ഈസ് ലോസ്റ്റ്. അവരല്ല ഇപ്പം വാഗ്ദത്തത്തിൻ്റെ സന്തതികൾ. ആരാണ് വാഗ്ദത്തത്തിൻ്റെ സന്തതികൾ? ശരിക്കും ക്രിസ്തുവിൽ കൂടാണ് നമുക്ക് ആ ഇബ്രാഹാമിൻ്റെ വാഗ്ദത്തം കിട്ടിയത് എന്ന് കഴിഞ്ഞ അധ്യായത്തിൽ പഠിച്ചതേ ഉള്ളൂ. ക്രിസ്തുവിൽ കൂടെ നമ്മൾ എന്ത് ചെയ്തു? എബ്രഹാമിൻ്റെ വാഗ്ദത്തം നമുക്ക് കിട്ടി വിശ്വാസത്താൽ. യഹൂദനായതുകൊണ്ടല്ല. ഇവിടെ ആരെങ്കിലും യഹൂദൻ ഇരിപ്പുണ്ടോ? എനിക്കറിയാവുന്ന യഹൂദന്മാരൊന്നും ഇവിടെ ഇരിപ്പില്ല. നമ്മളാരും യഹൂദന്മാരല്ല. നമ്മളൊക്കെ ദൈവമക്കളായി തീർന്നത് എങ്ങനെയാണ്? ദൈവമക്കളെ ക്രിസ്തുവിൽ കൂടെ
എബ്രഹാമിൻ്റെ വിശ്വാസത്തിൽ കൂടെ ഒരു പ്രവൃത്തിയുമല്ല, യഹൂദരായിട്ട് ജനിച്ചുകൊണ്ടല്ല, നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന ആ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത ഓർത്തും കർത്താവിനെ സ്തുതിക്കാം. ഞാൻ ഉണ്ടാകുന്നതിന് മുമ്പേ, ഞാൻ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ, നീ ഒരു പിണ്ടാകാരമായിരുന്നപ്പോൾ ബൈബിള് പറഞ്ഞു നീ ഒരു മാംസക്കഷ്ണമാകുന്നതിന് മുമ്പേ, അതാ പിണ്ടാകാരം. നീ ഒരു മാംസക്കഷ്ണമാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു. പ്രൈസ് ലോർഡ്. എനിക്ക് വേണ്ടി ശുദ്ധീകരിച്ച് വേർതിരിച്ചു. സ്തോത്രം. ആ തിരഞ്ഞെടുപ്പും ദൈവത്തിൻ്റെ ഭൂമിക്ക് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പേ ഉള്ള ദൈവത്തിൻ്റെ പ്ലാൻ, വ്യക്തിപരമായിട്ട് നമ്മളെ പേര് ചൊല്ലി വിളിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാൻ, നമുക്കൊക്കെ എന്ത് പേര് വീഴണം എന്ന് പോലും കർത്താവിൻ്റെ പ്ലാനിലുള്ളതാണ്. നമ്മളൊക്കെ എവിടെ താമസിക്കണം എന്ന് ദൈവത്തിൻ്റെ പ്ലാനിലുള്ളതാണ്. നമ്മളൊക്കെ ഏത് അവസ്ഥകൾ കൂടി കടന്നു പോകണം എന്നുള്ള ദൈവത്തിൻ്റെ പ്ലാനിലുള്ളതാണ്. ഇനി വിവാഹത്തിൻ്റെ വിഷയമോ ജോലിയുടെ വിഷയമോ ഏതൊരു വിഷയവും അവിടെയൊക്കെ ദൈവത്തിൻ്റെ പ്ലാൻ നമ്മുടെ മേലുണ്ട്. ഇനി മുൻപോട്ടുള്ള ഭാവി വിഷയത്തിലും ഒരു വ്യക്തമായ പ്ലാൻ ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. പിന്നെ നമ്മളെന്തിനാണ് ഭാരപ്പെടുന്നത് ദൈവമക്കളെ? മനുഷ്യരാകുന്നതുകൊണ്ട് ഈ ഭാരം മാത്രമേ ഉള്ളൂ. ഭാരം കൂടുമ്പോൾ ഓർത്തോണം, ഞാൻ ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല പ്രാപിച്ചിരിക്കുന്ന, അബ്ബാ പിതാവേ എന്നൊന്ന് വിളിച്ചാൽ മതി, നമ്മുടെ ഭാരമെല്ലാം പോവും. കാര്യം അതിൻ്റെ അർത്ഥം എന്തുവാ? എന്നെ മകനാക്കിയില്ലേ വലിയവനായ ദൈവത്തിൻ്റെ അബ്ബാ പിതാവ്. ബാക്കി കാര്യം ആര് നോക്കിക്കോളും? ദൈവം നോക്കിക്കോളും, ദൈവം കരുതിക്കോളും. ദൈവത്തിൻ്റെ കരുതൽ ശ്രേഷ്ഠമാണേ. ദൈവം കരുതുന്നത് പോലും മതി. അതിന് വലുതാണേലും ചെറുതാണെങ്കിലും ദൈവം തരുന്നത് മതി. അതുകൊണ്ടാണ് ഇവിടെ അത് പറയാൻ ആർക്ക് മാത്രമേ പറ്റത്തുള്ളൂ? ഈ പുത്രത്വത്തിൻ്റെ ആത്മാവുള്ളവർക്ക് മാത്രമേ. ഒരു യഹൂദൻ അത് പറയുവാൻ കഴിയത്തില്ല. ഒരു ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ പോകുന്നവന് അവൻ ലോകത്തിൻ്റെ നന്മയും അവന് ലോകത്തിൻ്റെ ശ്രേഷ്ഠമായത് കിട്ടുമ്പോഴേ അവന് ദൈവത്തെ സ്തുതിക്കാൻ പറ്റത്തുള്ളൂ. ദൈവത്തിൻ്റെ നടത്തിപ്പിനെ ഓർത്ത്, തെരഞ്ഞെടുപ്പിനെ ഓർത്ത്, അത് ഏത് അവസ്ഥയാണെങ്കിലും, അത് കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ടും അത് കയ്യും കാലും ചങ്ങലയിൽ കിടന്നുകൊണ്ടും ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ പ്രാപിച്ച് എഴുതുവാൻ കഴിയുന്ന ആർക്ക് മാത്രമേ പറ്റത്തുള്ളൂ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉള്ളിലുള്ളവർക്ക് മാത്രമേ പറ്റത്തുള്ളൂ. അത് ആ ഡിഫറൻസാണ്. ഗലാത്യ സഭയെ നിങ്ങൾ ഇത്ര പെട്ടെന്ന് മാറിപ്പോയി. നിങ്ങളെ പുതിയ നിയമം പഠിപ്പിച്ച് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് അപ്പോസ്തോലിക ഉപദേശത്തിൽ അപ്പോസ്തോലന്മാർ നടത്തുന്നതിൻ്റെ ഇടയ്ക്ക് ഈ യെരുശലേമിൽ നിന്ന് വന്ന നിങ്ങളുടെ സഭയിലെ മൂപ്പന്മാരും അവിടെയുള്ള ശുശ്രൂഷകരും ഒക്കെ നിങ്ങളെ ആത്മാവിൽ ക്ഷീണിച്ചപ്പോൾ ഈ സഭയെ എങ്ങോട്ട് കൊണ്ടുപോയി? പഴയ നിയമത്തിലെ ലോകത്തിൻ്റെ നന്മയും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോയി. നിങ്ങളെ മാറ്റിക്കളഞ്ഞു. ആത്മാവിലല്ലേ തുടങ്ങിയത്? എന്തിനാണ് ജഡത്തിൽ അവസാനിക്കുന്ന, ജഡത്തിന് പ്രാധാന്യത കൊടുക്കുന്നത്? നിങ്ങളെ മാറ്റി ഇത്ര പെട്ടെന്ന് നിങ്ങൾ മാറി മറ്റൊരു സുവിശേഷം എന്ന് പറഞ്ഞിട്ടാണ് ഈ രണ്ടിൻ്റെയും വ്യത്യാസം ഇവിടെ പറഞ്ഞു. 29 നമ്മൾ വായിച്ചല്ലോ. അടുത്തൊരു വിഷയമാണ് ഇവിടെ എടുക്കുന്നത്. ഇന്നും ഒരു പ്രോബ്ലം നമ്മൾ ഈ ദൈവമക്കളുടെ ഇടയ്ക്ക് കാണുന്നു. ഈ ജഡപ്രകാരം ജനിച്ചതാരാ? ഇസ്മായിൽ. നിങ്ങൾ പിന്നീട് വായിച്ചാൽ മതി. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 10-ാമത്തെ വാക്യം. അവിടെ ഉള്ള സംഭവം നിങ്ങൾക്കറിയാം, ഞാനങ്ങ് പറഞ്ഞു പോകാം. 21:10 ഉൽപ്പത്തി പറയുന്നു, ഈ ഇസ്മായിൽ ഒത്തിരി ഇസ്ഹാക്കിനെ പീഡിപ്പിക്കാൻ അല്ലെങ്കിൽ ദ്രോഹിക്കാൻ തുടങ്ങിയപ്പോൾ, അറ്റാക്ക് ചെയ്യുവാൻ തുടങ്ങിയപ്പോൾ സാറ എബ്രഹാമിനോട് ചെന്ന് പറഞ്ഞു, ഇനി ഇവന് ജഡപ്രകാരം ജനിച്ചവനെ ഈ വീട്ടിൽ പറ്റത്തില്ല, അവനെ പുറത്തു കളഞ്ഞാലേ പറ്റും. ഇത് രണ്ടുകൂടെ ഒന്നിച്ച് പോകത്തില്ല. ഈ ഭവനം ഇത് അബ്രഹാമിൻ്റെ ഭവനമാണ്. അല്ല, ഈ ഭവനം ഇവിടെ ദൈവത്തിൻ്റെ വാഗ്ദത്തമുള്ള ഭവനമാണ്. ഇവിടെ വാഗ്ദത്തത്തിൽ കൂടെ ജനിച്ചവൻ മാത്രം മതി. ജഡത്തിൽ കൂടെ ജനിച്ച അന്നൊരു എടുത്തിയാട്ടത്തിന് സാറ പറഞ്ഞും പോയി, എബ്രഹാം അത് കേൾക്കാൻ കാത്തിരുന്നു, അത് ചെയ്തും പോയി. അങ്ങനെ ജനിച്ചവനാണ് ആര്? ഇസ്മായിൽ. ജഡത്തിൽ കൂടി ലോകത്തിൻ്റെ പദ്ധതി അനുസരിച്ച്, നിങ്ങളുടെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ പെട്ടെന്നുള്ള തീരുമാനം അനുസരിച്ച് ജഡത്തിൽ ജനിച്ചവന് ഇവിടെ വേണ്ട. ആത്മാവിൽ ജനിച്ചവനും ജഡത്തിൽ ജനിച്ച രണ്ടും എബ്രഹാമിൻ്റെ മക്കളാണ്. നിങ്ങൾ മനസ്സിലാക്കണം, രണ്ടും ദൈവമക്കളാണ്, രണ്ടും എബ്രഹാമിൻ്റെ മക്കളാണ്. ഒന്ന് ജഡത്തിൽ ജനിച്ചത്, ഒന്ന് ആത്മാവിൽ ജനിച്ച. ഈ 29 പറഞ്ഞിട്ടാണ് 1 പത്രോസ് 1:20 പറഞ്ഞു, നിങ്ങൾ ജനിച്ചത് എങ്ങനെയാണ്? കെടുന്ന ബീജത്താലല്ല, കെടാത്തതും ജീവനുള്ളതും ഇറ്റേണലാണ്, നിലനിൽക്കുന്നതുമായ ആ ലിവിങ് ഇൻകറപ്റ്റബിൾ, നശിച്ചു പോകാത്ത കെടുന്ന ബീജത്താലല്ല നിങ്ങൾ വീണ്ടും ജനം പ്രാപിച്ചപ്പോൾ. ഇത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ദൈവമക്കൾ. ഈ ദൈവമക്കളുടെ കൂട്ടത്തിൻ്റെ ഇടയ്ക്കും ഒരു ഭൂരിഭാഗവും ലോകത്തിലാണ് ഫോക്കസ്. അവർ ലിസ്റ്റ് എഴുതി വെച്ച്, അങ്ങനെയുള്ളവരെ എപ്പോഴും ഈ ലിസ്റ്റ് എഴുതി വെച്ചിട്ട് ചൊല്ലു പ്രാർത്ഥന പോലായിരിക്കും. ഈ ആത്മാവിൽ ക്ഷീണിക്കുമ്പോൾ ഈ ദൈവമക്കളും തുടങ്ങും ചൊല്ലു പ്രാർത്ഥന. കർത്താവേ തരണമേ തരണമേ തരണമേ. ഓരോ വചനമൊക്കെ എവിടുന്നെങ്കിൽ പുതിയ നിയമത്തിലില്ലേ? പുതിയ നിയമത്തിൽ ഉള്ള വചനങ്ങൾ ഞാൻ ഓരോന്ന് ഇപ്പോൾ ഓർപ്പിക്കാൻ
പോയാൽ നിങ്ങൾ ആപ്പാട് ക്ഷീണിച്ചു പോകും. വേറൊന്നുമല്ല, നിങ്ങളെ വിളിച്ചിരിക്കും. യു ആർ അപ്പോയിൻറ്റഡ് ടു സഫർ ഫോർ ഹിസ് നെയിം. കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുവാനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് പുതിയ നിയമത്തിൽ. അങ്ങനത്തെ വചനങ്ങളെ പുതിയ നിയമത്തിൽ ആത്മാവിൽ എഴുതിയതല്ലേ ഇത്. പഴയ നിയമത്തിൽ ആ കാലഘട്ടത്തിന് വേണ്ടി യഹൂദന്മാർക്ക് വേണ്ടി എഴുതിയതാണ്. അവിടെ ജഡത്തിനാണ് ഫോക്കസ്. അപ്പോൾ ഏതെങ്കിലും പഴയ നിയമ ഭാഗവും എടുത്തിട്ട് കർത്താവെ ദേശത്ത് മാനിക്കാമെന്ന് പറഞ്ഞല്ലോ, വാലല്ല തലയാക്കാമെന്ന് പറഞ്ഞല്ലോ, എന്തെങ്കിലും ഇസ്രായേലിനോടുള്ള പ്രവചനവും എടുത്തു വെച്ചത് എന്നോടുള്ള വാഗ്ദത്തം ആ ഇന്ന ദേവദാസൻ പറഞ്ഞു. ഇന്ന യൂട്യൂബ് തുറന്നുടനെ ഞാൻ ആൾക്കാർ പറഞ്ഞിട്ടുള്ള കാര്യം, യൂട്യൂബ് തുറന്നുടനെ അവിടെ ഒരു ആഫ്രിക്കൻ മിഷണറിയോ വേറെ ആരെങ്കിലോ വേറെ എവിടുന്നെങ്കിലോ വേറെ നാട്ടിൽ നിന്നുള്ള ഒരാളോ നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള ആരോ പറയുന്നത് കേട്ടു നീ നടക്കുന്ന കാര്യം നടക്കും, അതങ്ങോട്ട് പിടിച്ചു വെച്ച് ആ മേനും പറഞ്ഞിരിക്കുക. എന്നെ പരിശുദ്ധാത്മാവ് നിന്നോട് നേരിട്ട് സംസാരിച്ചുകൂടെ? ഈ ആത്മാവ് സംസാരിക്കാത്തടത്തല്ലേ മീഡിയേറ്ററിൻ്റെ ആവശ്യം. കഴിഞ്ഞ ആഴ്ച നിങ്ങൾ ഓർപ്പിച്ചില്ലേ, ഞാനും എനിക്ക് എൻ്റെ ഭാര്യയോടോ അല്ലെങ്കിൽ എൻ്റെ അപ്പനോടോ സംസാരിക്കാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും വിളിക്കേണ്ടി വരും. ഒന്ന് എൻ്റെ അപ്പനോടൊന്ന് പറഞ്ഞേ, അല്ല എൻ്റെ ഭാര്യയോടൊന്ന് പറഞ്ഞേ. ഞാനും എൻ്റെ അപ്പനുമായിട്ടല്ല ഞാനും എൻ്റെ ഭാര്യയായിട്ടോ മക്കളുമായിട്ടുള്ള ബന്ധം കറക്റ്റാണെങ്കിൽ എനിക്ക് ഇവനോട് നേരിട്ട് പറഞ്ഞുകൂടെ? എനിക്ക് ആഷറിനോട് പറഞ്ഞിട്ട് സ്റ്റീവിനോട് പറയേണ്ട ആവശ്യമുണ്ടോ? കർത്താവിന് നേരിട്ട് നമ്മളോട് സംസാരിച്ചുകൂടെ? സംസാരിക്കാൻ പറ്റാത്തതിൻ്റെ ക്ഷീണം എന്നാണെന്നറിയാം, ഈ ലോകസ്നേഹം ഉള്ളിൽ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെ വിളിച്ചിരിക്കുന്ന ആത്മാവില, നമ്മൾ ജഡപ്രകാരമുള്ളവരല്ല, നമ്മൾ ആത്മാവിൻ്റെ അനുസരിച്ച് ജീവിക്കേണ്ടവരാ എന്ന് മറന്നു പോകല്ലേ. അതുകൊണ്ട് ഇത് രണ്ടും കൂടെ ഒന്നിച്ച് പോകത്തില്ല. സാറാ വ്യക്തമാക്കി ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിൽ ഇത് രണ്ടും കൂടെ ഒരു ഭവനത്തിൽ പറ്റത്തില്ല. അതുകൊണ്ടാണ് കൊരിന്ത്യ സഭയോട് പറയുന്നത്, ഈ ജഡപ്രകാരമുള്ള ജഡീകനെ സഭയിൽ നിന്ന് എന്ത് ചെയ്യണം? അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് സഭയ്ക്കകത്ത് മുഴുവൻ വ്യാപരിക്കത്തില്ല, ഈ സഭ മുഴുവൻ പിന്നെ ജഡീകരായിത്തീരും. അതുകൊണ്ടാണ് ഒരു അല്പം പോലും ലോകത്തിന് ഫോക്കസ് കൊടുക്കുന്ന പ്രസംഗങ്ങളോ പ്രവചനങ്ങളോ ഉപദേശങ്ങളോ പ്രബോധനങ്ങളോ പരിശുദ്ധാത്മാവ് നടത്തുന്ന ഒരു കൂട്ടായ്മയിൽ ടോളറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ദൈവമക്കളെ. അത് ദൈവദാസം മിണ്ടാതിരുന്നാൽ ഇവിടെ സഭയിൽ മൂപ്പന്മാർ, പ്രായം കൊണ്ടല്ല കേട്ടോ, പ്രായം കൊണ്ട് മാത്രമല്ല, പ്രായമുള്ളവർ മൂപ്പന്മാരാ ഞാൻ പറഞ്ഞ സഭയിൽ ഹല്ലേലൂയ ദേശത്തെ സഭ എന്ന ഒരു ഉത്തരവാദിത്വം തോളിൽ, അത് ആ വിളിയിലുള്ളതാണ്. ആ തോളിൽ ഏറ്റവർ തീർച്ചയായിട്ടും ഓരോരുത്തരെ എൻകറേജ് ചെയ്യുവാനും ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷകൾ അവർ ചെയ്യും. അതാണ് ഹല്ലേലൂയ ദേശത്തെ സഭയുടെ തൂണുകൾ എന്ന് ബൈബിളിൻ്റെ അകത്ത് പറയുന്നത് നമുക്ക് കാണാം. മൂപ്പന്മാർ എന്ന് പറയുന്നത് നമുക്ക് കാണാം. മൂപ്പന്മാരും ദൈവദാസന്മാരെ പോലും നിൽക്കണം എന്നാണ് 2 തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. ദൈവദാസനെ പോൽ തന്നെ അവർ ദേശത്തും സാക്ഷ്യമുള്ളവരായി നിൽക്കണം എന്നുള്ള വചനത്തിൽ കാണും. ഈ കൊരിന്ത്യ സഭയിലും ഗലാത്യ സഭയിലും ഇടയൻ മിണ്ടാതിരുന്നപ്പോൾ മൂപ്പന്മാർ സംസാരിക്കണമായിരുന്നു. ഇത് നമുക്ക് വേണ്ട. നമ്മളെ പഴയ നിയമത്തിനല്ല വിളിച്ചിരിക്കുന്ന, ലോകത്തിന് ഫോക്കസ് കൊടുക്കാനല്ല. അതുകൊണ്ടാണ് ഇത് രണ്ടിൻ്റെ വ്യത്യാസം പറഞ്ഞിട്ട് ഇവിടെ പരിശുദ്ധാത്മ പറയും, ഇന്നും ഈ ജഡപ്രകാരമുള്ള ദൈവമക്കൾ ആത്മാവിൽ ജനിച്ച ദൈവമക്കളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ദൈവമക്കളുടെ ഇടയ്ക്ക് തന്നെ ഈ പ്രോബ്ലം ഉണ്ട് കേട്ടോ. നിങ്ങൾക്കറിയാം, അതിന് കർത്താവിൻ്റെ വേലയിലുള്ളവരാണെങ്കിലും വിശ്വാസികളാണെങ്കിലും, നിങ്ങൾ ഇത്രയും നാളും കർത്താവിനെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടി? ഞങ്ങൾ കണ്ടില്ലേ? ദൈവമക്കൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. ദൈവമക്കൾ എന്ന് പറഞ്ഞാൽ അവർ ഫോക്കസ് കൊടുക്കുക, ആത്മാവിനാലല്ല നടത്തപ്പെടുന്നത്. അവർ മുഴുവനും അവരുടെ കണ്ണ് മുഴുവൻ മഞ്ഞളിച്ചിരിക്കുക. ഇവിടുത്തെ സ്വർണവും അല്ലെങ്കിൽ പൊന്നും കാശും കോടികളും ഒക്കെ കണ്ട് ഇതാ ഫോക്കസ്. ഇതെങ്ങനെയെങ്കിലും കൂടുതൽ ഉണ്ടാക്കാൻ പറ്റുമോ അതിന് ഫോക്കസ് കൊടുത്തിരിക്കുക. അപ്പോൾ ഈ ജഡപ്രകാരമുള്ളവർ എപ്പോഴും ആത്മാവിൽ നടത്തപ്പെടുന്നവർക്ക് നമ്മൾ ഇവിടെ ഇരിക്കുന്നവരാരും കഴിവില്ലാത്തവരല്ല. നമ്മളെ ഒന്ന് അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ആത്മാവിനാൽ ബന്ധിതരായിട്ട് ഇരിക്കുന്നതുകൊണ്ടല്ലേ. ഇവിടെ ഇരിക്കുന്നവരെല്ലാം ഭയങ്കര ഓൺടർപ്രണേഴ്സ് അല്ലേ, ഭയങ്കര അഡ്മിനിസ്ട്രേറ്റേഴ്സാണ്. നമുക്ക് ചെയ്യാൻ ഒരു 100 കാര്യങ്ങളുണ്ടെന്നേ, പക്ഷേ പറ്റത്തില്ല. കാരണം എന്നാ? ദൈവത്തിൻ്റെ ആത്മാവ് അനുവദിക്കുന്നത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. രക്ഷിക്കപ്പെട്ട ദിവസം ജീവിതം ദൈവത്തിന് കൊടുത്തതാണ്. ദൈവം അനുവദിക്കുന്നിടത്തെ താമസിക്കാൻ പറ്റൂ, ദൈവം അനുവദിക്കുന്ന ജോലികളെ ചെയ്യാൻ പറ്റൂ. പ്രമാണം വിട്ടുപോകുന്ന ആത്മീയമായിട്ട് ക്ഷീണിച്ചു പോകുന്ന ജോലികൾ ചെയ്യാൻ പറ്റത്തില്ല. ദൈവമക്കൊന്നും എല്ലാ ജോലിയും ചെയ്യാൻ പറ്റത്തില്ല. ഏതെങ്കിലും ഒരു വിഷയം ആത്മീയമായിട്ട് ക്ഷീണിച്ചു പോകുന്നു, നമ്മളെ ക്ഷീണിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് വിട്ടു നിന്നോണം. അപ്പോൾ ഇവിടെ എല്ലാം പരിശുദ്ധാത്മാവ് പറയും, സാംസാ നോ എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്തോണം? എനിക്ക് എത്ര ഇഷ്ടമുള്ളതാണെങ്കിലും വിടാൻ പറഞ്ഞു കഴിഞ്ഞാൽ വിട്ടേലേ പറ്റൂ. അപ്പം ആ സമയത്താണ് ഈ ജഡത്തിൽ നടത്തപ്പെടുന്ന ദൈവമക്കളുണ്ടല്ലോ, ജഡീകർ, സ്തോത്രം, ലോകത്തിന് ഫോക്കസ് കൊടുക്കുന്ന ദൈവമക്കൾ, ഇവരെ ആത്മാവിനാൽ നടത്തപ്പെടുന്നവരെ കാണുമ്പോൾ അന്ന് ഇസ്മായിൽ ഇസാക്കിനെ ദ്രോഹിച്ച പോലെ ദ്രോഹിച്ചോണ്ടിരിക്കും, കുത്തിയിരിക്കും. നിങ്ങൾ ഇത്രയും നാളായിട്ട് എന്താകാനാ? ദൈവം നടത്തുന്ന പോലല്ലേ ആകാൻ പറ്റൂ. അപ്പോഴത്തേക്ക് നമ്മളത് കേൾക്കാനും കാത്തിരിക്കുക. കർത്താവേ, നമുക്ക് ആത്മാവിനാൽ ബലമുള്ളവരാണ്. നമ്മൾ എന്തു ചെയ്യും? ദൈവം എന്നെ നടത്തുന്നതിൽ എനിക്ക് തൃപ്തിയാ സഹോദര.
എന്നെ ദൈവം നടത്തുന്ന പോലെ എനിക്ക്, ഞാൻ ബ്രദറിൻ്റെ കൂട്ടല്ല, സിസ്റ്ററിൻ്റെ കൂട്ടല്ല, സമ്പൂർണ്ണമായിട്ട് ദൈവസന്നിധിയിൽ സമർപ്പിച്ചതാണ്. സോ ശരിക്കും ഒരു വീണ്ടും ജന്മം പ്രാപിച്ചു. അതുകൊണ്ട് എനിക്കിനി ലോകത്തിനുള്ള ചിന്തിക്കാൻ പറ്റത്തില്ല. ദൈവം തരുന്നതേ മതി. ദൈവം തന്നില്ലേ എനിക്ക് പോയി ഹാലല്ലേ ബാങ്ക് മോട്ടിക്കാനോ കള്ളത്തരം ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. ദൈവമാണ് എൻ്റെ പ്രൊവൈഡർ. ഹാലല്ലേ ഇന്ന് തൊട്ട് യേശുവിനെ എൻ്റെ രക്ഷിതാവായി, എൻ്റെ യജമാനനായി, എൻ്റെ കർത്താവായി സ്വീകരിച്ച ദിവസം തൊട്ട് എൻ്റെ മാനേജറും എൻ്റെ മേൽ കർത്തൃത്വം വഹിക്കുന്ന ലോർഡ് ഓവർ മീ, എൻ്റെ മേലുള്ള യജമാനൻ, എനിക്ക് ആലോചന തരുന്ന എൻ്റെ കൗൺസിലർ ആരാണ്? എൻ്റെ കർത്താവാണ്. അറിയാതെ നമ്മളൊക്കെ എത്ര ആത്മാവിനാൽ നടത്തപ്പെട്ടാലും ആത്മീയ ക്ഷീണത്തിന് ഇടയ്ക്ക് പ്ലാനുകൾ ചെയ്യും. അപ്പോൾ നമ്മൾ നാടൻ കെടും, പദ്ധതികൾ ചീറ്റിപ്പോവും. അപ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കും. അവിടെ എപ്പോഴും ദൈവാത്മ. ഇത് രണ്ടിൻ്റെയും വ്യത്യാസം ഗലാത്യ സഭയോട് പറഞ്ഞിട്ട്, ഇന്നും ആത്മാവിനാൽ നടത്തപ്പെടുന്നവരെ ഈ ദൈവമക്കളുടെ ഇടയ്ക്കുള്ള ജഡീകർ കുത്തുന്നുണ്ട്, ക്ഷീണിപ്പിക്കുന്നുണ്ട്, വേദനിപ്പിക്കുന്നുണ്ട്. ഇത് രണ്ടുകൂടെ ഒരു കുടുംബത്തിൽ പോകത്തില്ല. ഇത് രണ്ടുകൂടെ ഒരു കൂട്ടായ്മയിൽ പോകത്തില്ല. ഏതെങ്കിലും ഒന്നേ പോകത്തുള്ളൂ. അതുകൊണ്ടാണ് പല ദൈവമക്കൾ എന്ന് പറയുന്ന ഒരു നല്ല വിളിയുണ്ട്. പക്ഷേ ഈ ജഡീക കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് നിന്നിട്ട് ആ സഭയെ സ്നേഹിച്ചും അവിടെ ഉള്ളവരെ സ്നേഹിച്ചും ഒരു വലിയ കൂട്ടമല്ലേ അതിൻ്റെ ഒരു ഭാഗമായി തീരുവാനൊക്കെ ആഗ്രഹിച്ച് ഇതിൻ്റെ അകത്ത് നിന്നിട്ട് പലരും പറഞ്ഞു കേട്ടുണ്ട്, ഇവിടെ എല്ലാം തെറ്റാ പ്രസംഗിക്കുന്നത് ഞങ്ങൾക്കറിയാം. മുഴുവൻ ലോകത്തിലും മനുഷ്യരെ പുകഴ്ത്തിക്കൊണ്ട് ഇവിടെ ഇരിക്കുക. പക്ഷേ ഞാൻ ഇതിനെ ഒന്ന് ജീവിപ്പിക്കാൻ നോക്കട്ടെ, അല്ലെങ്കിൽ ഇവിടെ നിന്നുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും, നടക്കത്തില്ല. വചനം എന്തുവാ പറയുന്നത്? മരിച്ചവരുടെ ഇടയിൽ നിന്ന് നീ പുറത്തു വന്നാൽ ക്രിസ്തു നിൻ്റെ മേൽ പ്രകാശിക്കും. സ്തോത്രം. അതുകൊണ്ട് ആ വിഷയത്തിലും പരിശുദ്ധാത്മാവാണ് നമ്മളെ നടത്തേണ്ടത്. അവിടെ നമ്മുടെ നടത്തിപ്പുകാരൻ പരിശുദ്ധാത്മാവാ. ഇത് രണ്ടോട് യാലിലെ സാറാ പറഞ്ഞ പോലെ ഒരു ഭവനത്തിൽ ഒന്നേ വാഗ്ദത്തത്തിൻ്റെ സന്തതി അവർ ആത്മാവിനാൽ നടത്തപ്പെടും, അല്ലേ ജഡത്തിൻ്റെ സന്തതി അവർ ന്യായപ്രമാണവും ഹാലിലെ ശുശ്രൂഷിച്ച് അതും കേട്ടിരുന്ന് അവിടെ കിടന്ന് കറങ്ങി ലോകത്തിൻ്റെ വാഗ്ദത്തമാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കും. ആത്മാവിനാൽ നടത്തപ്പെടുന്നത് നമ്മുടെ വാഗ്ദത്തം എന്തോ ദൈവമക്കളെ? ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു ഹൃദയത്തിലും തോന്നിയിട്ടില്ലാത്ത സ്വർഗീയ അനുഭവങ്ങളും സമ്പത്തും ആ സ്വർഗീയ ജീവിതവും. അതാണ് നമ്മുടെ വാഗ്ദത്തം, അതാണ് നമ്മുടെ ഫോക്കസ്. അത് കിട്ടുന്നത് വരെയും അത് പ്രാപിക്കുവാൻ തക്കമാണ് നമ്മുടെ ഓട്ടം. മറന്നു പോകല്ലേ, ഇടയ്ക്ക് കാഴ്ചപ്പാട് മാറിപ്പോകല്ലേ. 30-ാമത്തെ വാക്യം. ആകത്തില്ല ഒരു കാരണവശാലും. എന്ത് തിരുവചനം പറയുന്നു? ഈ ദാസിയുടെ മകൻ ന്യായപ്രമാണത്തിൻ്റെ ബന്ധനത്തിലിരിക്കുന്നവനെ പുറത്തു കള. ഗലാത്യ സഭയോട് പറയുക, ഇങ്ങനെ ആരെങ്കിലും നിങ്ങളെ പഴയ നിയമത്തിൻ്റെ കാര്യവും പറഞ്ഞുകൊണ്ട് അവിടുത്തെ പറഞ്ഞ് അവസാനം ശബത്ത് ആചരിക്കണം എന്നും പരിച്ഛേദന ഏക്കണം എന്ന് വരെ പറഞ്ഞു, അവനെ എന്ത് ചെയ്യണം? പുറത്തു കള. ഗലാത്യ സഭയിൽ കൊരിന്ത്യ സഭയോടും പറയുക, ഈ ജഡീകനെ എന്ത് ചെയ്യണം? ദൈവമക്കളെ, നമ്മളെല്ലാവരും രൂപാന്തരം പ്രാപിച്ചു. അതുകൊണ്ടാണ് മീറ്റിങ്സിനൊക്കെ നമ്മളെല്ലാവരും വരണം എന്ന് പറയുന്നത്. കാര്യം നമ്മളെല്ലാം ഒരുപോലെ വളരണം. തീരെ വരാൻ പറ്റാത്തവർ ആ സമയത്ത് ദൈവസന്നിധിയിൽ മുട്ടുകുത്തണം, പ്രാർത്ഥിക്കണം. സഭയെല്ലാം എനിക്ക് വേണ്ടി അവിടെ നിന്ന് പ്രാർത്ഥിക്കുക. എനിക്ക് പോകാൻ പറ്റുന്നില്ല കർത്താവേ, ആ സമയത്ത് നിങ്ങൾക്ക് മുട്ടുകുത്താമല്ലോ. ഭവനത്തിൽ ഇരിക്കുമ്പോൾ ഒന്ന് ദൈവസന്നിധിയിൽ മുട്ടുകുത്താമല്ലോ. സഭയോട് ചേർന്ന് എവിടെ ആയിരുന്നാലും പ്രാർത്ഥനയിൽ ജാഗരിക്കണം. കർത്താവിൻ്റെ വരവ് സമീപിക്കുന്നിടത്തോളം കൂട്ടായ്മകളിൽ വർദ്ധിച്ചു വരണം എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അതിനെ മേളിൽ കയറി പറയുവാൻ ആരും ആളല്ല. വർദ്ധിച്ചു വന്നേലേ പറ്റൂ. കാര്യം അത് ഓരോന്നും നമ്മളെ ജീവിപ്പിക്കുന്നതായി തീരട്ടെ, കർത്താവിനെ പോലാക്കുക. അപ്പോൾ ഇത് രണ്ടോട് ആത്മാവിനാൽ നടത്തപ്പെടുന്നവരും പഴയ നിയമത്തിൽ ന്യായപ്രമാണത്തിൻ്റെ ബന്ധനത്തിലിരിക്കുന്നവരും ഒന്നിച്ച് പോകത്തില്ല. കാഴ്ചപ്പാടിന് വ്യത്യാസമുണ്ട്. അങ്ങനെയാണ് ഈ കാഴ്ചപ്പാടിന് വ്യത്യാസം വരുന്നത്. അങ്ങനെയാണ് നമുക്ക് ചേരാൻ പറ്റാതെ വരുന്നത്. ഉപദേശത്തോട്, ആത്മാവിൻ്റെ ഉപദേശത്തോട് ചേരാൻ പറ്റാതെ വരുന്നത്. 30-ാമത്തെ വാക്യത്തിൽ എത്ര വ്യക്തമാക്കി ഗലാത്യ സഭയോട് പറയുന്നത്? ആത്മാവിനാലല്ലേ തുടങ്ങിയത്, ആത്മാവിനാൽ നടത്തപ്പെടണം. പരിശുദ്ധാത്മാവ് ഒരിക്കലും ഒരാളോടൊന്ന് പറഞ്ഞിട്ട് വേറൊരാളോട് വേറൊന്നും പറയത്തില്ല. അതുകൊണ്ട് ക്രൂശിൻ്റെ വചനത്തോടും അല്ലെങ്കിൽ ആത്മാവിൻ്റെ വചനത്തോടും ചേരാൻ പറ്റുന്നില്ലെങ്കിൽ ഓർത്തോണം, ആ ന്യായപ്രമാണത്തിൻ്റെ ബന്ധനം കുറേയൊക്കെ നമ്മളിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കണം. 31-ാമത്തെ വാക്യം. അതുകൊണ്ട് ഇവിടെ എഴുതിയിരിക്കുക, നമ്മൾ എന്തല്ല, ദാസിയുടെ മകനല്ല, സ്വതന്ത്രയുടെ മകനാണ്. എന്ന് വെച്ചാൽ ദാസി എന്ന് പറഞ്ഞ് ഇവിടെ എന്തുവാണ്? ഉദാഹരണം എന്തോട് പറഞ്ഞിരിക്കുന്ന? ന്യായപ്രമാണം, ഓൾഡ് ടെസ്റ്റ്മെൻറ്റ്. അങ്ങനെ വളരെ വ്യക്തം, ഇംഗ്ലീഷിലെല്ലാം അവിടെ ലോ അല്ലെങ്കിൽ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് എന്ന് തന്നെ എഴുതിയിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ ദാസിയുടെ മകനല്ല, ന്യായപ്രമാണത്തിൻ്റെ ബന്ധനത്തിലല്ല. നമ്മൾ ആരാണ്?
സ്വതന്ത്രം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആത്മാവിൽ സ്വതന്ത്രം പ്രാപിച്ച് ഇനി ഏതെങ്കിലുമൊക്കെ ഏരിയയിൽ നമ്മുടെ ജീവിതത്തിൽ ഈ കാഴ്ചപ്പാടിന് മാറ്റം വരേണ്ടതായിട്ടുണ്ട്, പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കാം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. കാഴ്ചപ്പാട് മാറിയാലേ യേശുവിൻ്റെ കൂടെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും നമ്മൾ ഈ പഴയ നിയമത്തിൽ കിടന്ന് കറങ്ങാൻ നമ്മളാരും യഹൂദന്മാരല്ലല്ലോ, അവർക്ക് കർത്താവിൻ്റെ മണവാട്ടിയായി തീരാൻ പറ്റത്തില്ല. നിങ്ങൾക്കറിയാം, വെളിപ്പാട് ദിവസം പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചല്ലേ, അവരുടെ സ്ഥാനം 12 തൂണുകൾ കൊടുത്തിട്ടുണ്ട് പുതിയ യെരൂശലേമിൻ്റെ പുറത്ത്. അവിടെ ആ 12 ഗോത്രവും പുറത്തിരിക്കും. യേശുവിൻ്റെ സ്നേഹിതർ എന്നവരെ വിളിക്കുന്നുണ്ട്. പക്ഷേ യേശു കർത്താവിനോടുകൂടി പുതിയ യെരൂശലേമാകുന്ന ആ മണിയറയിൽ, ആ ഭവനത്തിൽ അകത്ത് കയറി വാതിലടയ്ക്കും. പിന്നെ ഞാനും എൻ്റെ ക്രിസ്തു മാത്രമേ ഉള്ളൂ. കർത്താവിനോടുകൂടി വാഴുവാനും കർത്താവിനോടുകൂടി ന്യായം വിധിക്കുവാനും കർത്താവിനോടുകൂടി കർത്താവിൻ്റെ മണവാട്ടിയായിട്ട് നിത്യം വസിക്കുവാൻ ഒരു പഴയ ന്യായപ്രമാണത്തിൻ്റെ കീഴിലുള്ള പഴയ നിയമഭക്തർക്കും അതിനുള്ള അവകാശമില്ല എന്ന് യോഹന്നാൻ സ്നാപകൻ്റെ ഉദാഹരണം എടുത്ത് തന്നെ കർത്താവ് മത്തായി 11:11 പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എപ്പോഴും വായിക്കുന്ന വാക്യം നമുക്കറിയാം. യോഹന്നാൻ സ്നാപകനേക്കാളും എബ്രഹാമിനേക്കാളും എല്ലാ പഴയ നിയമഭക്തരേക്കാൾ നമ്മുടെ വിളി എത്ര ശ്രേഷ്ഠമാണ് ദൈവമക്കളെ. അതുകൊണ്ടാണ് പൗലോസ് ഗലാത്യ സഭയും ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്ന വിളിക്കൊത്ത യോഗ്യമായി ജീവിക്കണം. ആ വിളിക്ക് വാക്ക് വർതി ഓഫ് യുവർ കോളിംഗ്. നമ്മളെ ന്യായപ്രമാണത്തിൻ്റെ ബന്ധനത്തിലല്ല, ആത്മാവ് നമ്മളെ സ്വതന്ത്രരാക്കിയത് എന്തിനാണ്? പരിശുദ്ധാത്മാവ് നടത്തുന്ന പോലെ ശക്തമായി ജീവിക്കാം. ഇതൊരു അന്ത്യനാളുകളാണ് ദൈവമക്കളെ. കുറേ വചനം കാണാപ്പാടം അറിയാമെന്നോ അല്ലെങ്കിൽ കുറേ പഴക്കം നമുക്കുണ്ടെന്നോ ഒന്നും വെച്ച് നമ്മൾ കാലിലെ ഒത്തിരി തലമുറകളായിട്ട് കർത്താവിനെ അറിയുന്നു എന്നൊന്നും വെച്ചിട്ട് നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ആത്മാവിൽ ശക്തരാണോ പിശാചിനെ ജയിക്കാൻ പറ്റും. ഇഫ് യു ആർ വീക്ക് ഇൻ ദ സ്പിരിറ്റ്, നിങ്ങളെ സാത്താൻ മടുപ്പിക്കും, സാത്താൻ ക്ഷീണിപ്പിക്കും. ഈ ബന്ധനങ്ങൾ ഓരോന്നായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉയരും. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അല്പസമയം